ഈ ക്വാളിറ്റി ആൻഡ് യൂസബിലിറ്റി, ഈ രണ്ട് ഏരിയാസ് ആണ് ഗൂഗിളിന്റെ SEOയില് ഏറ്റവും ഇതായിട്ട് വരുന്ന സംഭവം. ഇതിനകത്ത് ഗൂഗിൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നതും അവരുടെ കൂടുതൽ അൽഗോരിതം ഉണ്ട്. എന്ത് അൽഗോരിതം ആവട്ടെ, ഈറ്റാവട്ടെ, എന്ത് സംഭവങ്ങളാണെങ്കിലും അതെല്ലാം ക്വാളിറ്റി എന്ന സെഗ്മെന്റിലാണ് ഉള്ളത്. ഈ ക്വാളിറ്റി എന്ന സെഗ്മെന്റ് കഴിഞ്ഞിട്ട്, ക്വാളിറ്റി എന്ന സെഗ്മെന്റിനും കോണ്ടെക്സ്റ്റിനും ഇടയിൽ ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ ലാസ്റ്റ് മനസ്സിലാവട്ടെ ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഗൂഗിളിന്റെ ഒരു പ്രോസസ്സ് കിടക്കുന്നത് മീനിങ്, റെലവൻസ്, ക്വാളിറ്റി, ദെൻ യൂസബിലിറ്റി, ദെൻ കോണ്ടെക്സ്റ്റ്, അങ്ങനെ ആ ഓർഡറിലാണ് കിടക്കുന്നത്. അതിനകത്ത് മൂന്നാമതായിട്ട് വരുന്ന ക്വാളിറ്റി എന്നുള്ളതിലാണ് ഏറ്റവും കൂടുതൽ അൽഗോരിതംസും എല്ലാ സംഭവങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷം ലാസ്റ്റ് ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ള ഒരു ചെറിയ സംഭവം ഉണ്ട്. അത് ഈ ക്വാളിറ്റി എന്നുള്ളതിലാണ് ഗൂഗിളിന്റെ അൽഗോരിതങ്ങൾ കൂടുതൽ ഞാൻ പറഞ്ഞു. അതിനുശേഷം കിടക്കുന്ന ഒരു മെട്രിക് ഉണ്ട്, യൂസബിലിറ്റി എന്നുള്ള മെട്രിക്. അത് ഈ കോണ്ടെക്സ്റ്റിന് തൊട്ട് മുമ്പായിട്ടാണ് കിടക്കുന്നത്, ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ യൂസബിലിറ്റി എന്നൊരു മെട്രിക്കില് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന ഈ പോഗോ സ്റ്റിക്കിങ്, ഡ്വൽ ടൈം, ബൗൺസ് റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ക്ലിക്ക്, മൗസിന്റെ മൂവ്മെന്റ് ഇൻക്ലൂഡിങ് എല്ലാം അതൊക്കെ നോക്കുന്നുണ്ട്. മൗസ് എത്രത്തോളം മൂവ് ചെയ്യുന്നുണ്ട്, ഈ സ്ക്രീൻ എത്ര ടൈമിൽ ആക്റ്റീവ് ആകുന്നുണ്ട്, അതെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ ഈ യൂസബിലിറ്റി അളക്കുന്ന ഏരിയയില് ഗൂഗിളിന് ഒരു പേജ് ഒരു യൂസർക്ക് യൂസബിൾ ആണോ അല്ലയോ, ഒരു പേജ് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് കുറെ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡെൽ ടൈം അടക്കമുള്ള സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഇവര് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഈ ഏരിയയിലാണ്. ഇവര് ആക്ച്വലി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ല ഗൂഗിളിന് കൊടുക്കാൻ ശ്രമിക്കുന്ന സിഗ്നൽ ഡെൽ ടൈം ആണ്. ഒരു പേജിൽ ഒരാൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഗൂഗിൾ അതിന് മുമ്പായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് മിസ്സിംഗ് ആണ്. ഡെൽ ടൈം അവരെപ്പോഴും കൺസിഡർ ചെയ്യുക സെർച്ച് എഞ്ചിൻ എന്നുള്ള ട്രാഫിക്കിന് മാത്രമാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ലിങ്ക് ഇട്ടു, അതിലൂടെ 100 ആൾക്കാർ കയറി, ആ 100 ആൾക്കാർ ഒരു പേജിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താലും 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താലും 1 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നില്ലെന്നല്ല, അനാലിറ്റിക്സ് ഡാറ്റയൊക്കെ എടുക്കും. പക്ഷേ ഡെൽ ടൈം എന്നുള്ള ഒരു ഫാക്ടർ തന്നെ അത് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നുള്ളത് യൂസേഴ്സ് ഈ പേജായിട്ട് എൻഗേജ്മെന്റ് മെട്രിക്സുകൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഈ എൻഗേജ്മെന്റ് മെട്രിക്സിൽ ചുമ്മാ നമ്മൾ 10-20 സെക്കൻഡ് തുറച്ച് ഒരു പേജിനെ നോക്കിക്കൊണ്ടായിരുന്നാൽ എൻഗേജ്മെന്റ് സംഭവിക്കില്ല. ആ എൻഗേജ്മെന്റ് അടക്കാനായിട്ട് അവർ അഡ്വാൻസ്ഡ് ആയിട്ട് അവരുടെ ക്യാപ്ച ഇല്ലേ, ഗൂഗിൾ ക്യാപ്ചനെ കുറിച്ച് കുറച്ച് പഠിച്ചാൽ മനസ്സിലാവും. അവർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ആ എൻഗേജ്മെന്റ് അളക്കുന്നത്. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേജിൽ കാണുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യലോ മറ്റേതോ മാത്രമല്ല, നമ്മളുടെ മൗസിന്റെ അവിടെ കിടക്കുന്ന റീഡബിൾ, അതായത് വ്യൂ പോർട്ടിൽ വരുന്ന ടെക്സ്റ്റിന്റെ റേഷ്യോ വേഴ്സസ് നമ്മളുടെ മൂവ്മെന്റിന്റെ റേഷ്യോ, അത് ആ മൂവ്മെന്റിന്റെ നമ്മുടെ സ്ക്രോളിന്റെ മൗസ് ഉണ്ടെങ്കിൽ മൗസിന്റെ സ്ക്രോൾ ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കാണ്ട് മൈക്രോസോഫ്റ്റിന്റെ ക്ലാരിറ്റി ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ പാറ്റേൺ ഉപയോഗിച്ച് ഇതൊരു ഓർഗാനിക് റീഡിംഗ് ആണോ അത് വെറുതെ നോക്കിയിരിക്കുന്നതാണോ എന്ന് വരെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെ ഒരു റാങ്കിങ് ഫാക്ടർ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസബിലിറ്റി അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ഒരു പേജ് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കേസ്, അവരാ ചെക്ക് ചെയ്യുന്നത് അങ്ങേയറ്റം തറോ ചെക്കിംഗ് ആണ്. നമ്മൾ വെറുതെ ഒരു വാട്സപ്പ് പേജിലോ അല്ലോ ഇവിടെയൊക്കെ പോയിട്ട് ഒരു 10-100 പേരൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറി ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ വാച്ച് ചെയ്തുകൊണ്ടൊന്നും അവരത് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണ് പിന്നെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വെറുതെ ഒരു പേജിലേക്ക് ഒരു ക്യാമ്പയിൻ അങ്ങോട്ട് നടത്തിയ പോലെ ഞാൻ എല്ലാവർക്കും ഒരു 100 രൂപ വെച്ച് കൊടുക്കുന്നു, എന്റെ പേജിൽ വരുന്നു, ഒരു 20 സെക്കൻഡ് അങ്ങോട്ട് നിൽക്കുന്നു. അങ്ങനെ ഇത് ഈ പേജ് റാങ്ക് പോയി. അതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ ഈ എനിക്ക് തോന്നുന്ന കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഗൂഗിളിൽ ലീക്ഡ് ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നിങ്ങളൊക്കെ വായിച്ചു കാണും. കുറച്ചൊക്കെ ഗൂഗിളിന്റെ കുറച്ച് 1500ഓളം ഡോക്യുമെന്റ്സ് സെർച്ച് റിലേറ്റഡും മറ്റൊക്കെ ആയിട്ടൊക്കെ ഇതായെന്നൊക്കെ. പക്ഷെ അതൊക്കെ ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, അതൊക്കെ സൂക്ഷിച്ചും കണ്ടു, അതൊക്കെ വായിച്ചിട്ടേ സൂക്ഷിച്ചും കണ്ടു ഉപയോഗിക്കുക. കാരണം അതിനകത്തുള്ളതൊക്കെ പലതും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാരണം. ഇപ്പൊ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാങ്കിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ 2015-16 എന്റെ ഓർമ്മ ചെയ്യണത് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെയാണ്. ഗൂഗിളിന്റെ സെർച്ചിൽ നിന്ന് വരുന്ന ആ ബിഹേവിയർ വെച്ചിട്ട് അത് കുറെ മാസങ്ങളോളം സൂക്ഷിച്ചിട്ട് അത് വെച്ചിട്ട് മാറ്റുന്നുള്ളതൊക്കെ അതൊന്നും ഇപ്പൊ ഇല്ല. എന്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ പറയാൻ പറ്റില്ല, അവരെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആള് അതല്ല എന്താണ് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോ ഡയറക്റ്റ് യൂസേഴ്സിന്റെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ നമ്മളൊരു ഫേസ്ബുക്ക് പേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരു പരിപാടി ഉണ്ട്. ആദ്യം നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഫോളോ ചെയ്യും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്.
അതൊരു ഓർഗാനിക് ആയിട്ട് നടക്കുന്നതാണ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കോണ്ടക്സ്റ്റിലാണെങ്കിൽ ഇത് കറക്റ്റ് ആണ്. അതായത് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് പറയുന്നു ഈ സൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു ഇത് പറയാമോ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് ആണ്. പക്ഷെ അപ്പോഴും എസിയോനെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അവൻ ആ സൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ എന്റെ അറിവിലില്ല ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഡ്വൽ ടൈം എന്നുള്ളൊരു സംഭവം ഉണ്ട്, പക്ഷെ അത് സെർച്ച് എഞ്ചിൻ ട്രാഫിക്കിനാണ്. പിന്നെ സോഷ്യൽ മീഡിയ ട്രാഫിക്കും പറയുന്ന അല്ലാതെയുള്ള റെഫറൽ ട്രാഫിക്കും ഗൂഗിൾ പണ്ടേ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ റാങ്കിങ്ങിൽ എവിടെയും അവരത് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് വരുന്നത്. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളത് കൊണ്ടും ആൾക്കാർ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് പണ്ടേ തുടങ്ങി ചെയ്യുന്നുണ്ട്. കാരണം ചീപ്പ് ട്രാഫിക് ഈ ഗൂഗിൾ ആഡ്വേർഡ്സ് പണ്ട് ചെയ്തിരുന്ന ആൾക്കാർക്ക് മനസ്സിലുണ്ടാവും. അവർ ഏറ്റവും കൂടുതൽ അതിനകത്ത് ബ്ലോക്ക് ചെയ്തതെന്ന് വെച്ചാൽ ചീപ്പ് ട്രാഫിക് ഓരോരുത്തന്ന് പൈ ചെയ്തിട്ട് ഇപ്പുറം ആഡ്സെൻസ് വഴി കൂടുതൽ ഏൺ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചീപ്പ് ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും നല്ല മീഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പോലത്തെ സൈറ്റുകളായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് 1000 രൂപ കൊടുത്തിട്ട് 1000 പേരെ സൈറ്റിൽ കൊണ്ടിരുന്നു. ഈ സൈറ്റിൽ 1000 പേര് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1100 രൂപ ഉണ്ടായ പോലെ ലാഭമാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് അവര് അവിടെ ഈ ഇത്തരം ട്രാഫിക്കുകളെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ട് അവര് സെർച്ച് എഞ്ചിൻസ് എന്നുള്ള ട്രാഫിക്കിനെ മാത്രമായിട്ട് ഗൂഗിള് അവരുടെ പല ഇതിനകത്തും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ ഈ ഡൽ ടൈം, ബൗൺസ് റേറ്റ് തുടങ്ങിയ പല കാര്യങ്ങളും നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് സെർച്ച് എഞ്ചിൻ ട്രാഫിക് എന്നുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ക്രോമിൽ നിന്നുള്ള ഡാറ്റ ഗൂഗിൾ റീഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ അവരുടെ ഇന്റേണൽ പർപ്പസിന് വേണ്ടിയാണ്. അത് പക്ഷേ ഡയറക്റ്റ് റാങ്ക് ഫാക്ടേഴ്സ് ആവുന്നില്ല. ഞാൻ പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. മീനിങ്, റെലവൻസും ക്വാളിറ്റിയും കഴിഞ്ഞിട്ടേ യൂസബിലിറ്റി ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് 4ാമതാണ്. അത് കഴിഞ്ഞിട്ട് കോൺടെക്സ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ 4ാമത് കിടക്കുന്ന ഒരു സാധനത്തിൽ കിടന്നിട്ട് എന്തൊക്കെ ഡെൽ ടൈം വർദ്ധിപ്പിച്ചിട്ടോ ബൗൺസ് റേറ്റ് വർദ്ധിപ്പിച്ചിട്ടോ കാര്യമില്ല. അതിന് മുമ്പിൽ കിടക്കുന്ന ക്വാളിറ്റിയും റെലവൻസും മീനിങ്ങും പാസ് ചെയ്യും. പറയുന്നത് വാസ്റ്റ് ടോപ്പിക്കാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, താങ്ക് യു. ഷെബിൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ടേ കുറെ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ്, ഈ മെറ്റ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബഗ്ഗുകൾ വരുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ ജനങ്ങൾക്ക്. പല ക്യാമ്പയിനുകൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ബ്ലോക്കേജ്, അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, ഒരു അപ്രൂവൽ കിട്ടായിക, അപ്രൂവൽ കിട്ടിയാൽ തന്നെ ട്രാഫിക് വരായിക, അങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് എന്താണ്? ശരിക്കും അങ്ങനെ ഉണ്ടോ? അതിൽ യാഥാർത്ഥ്യമുണ്ടോ? പിന്നെ പല കമ്മ്യൂണിറ്റികളും ഇ കൊമേഴ്സിന്റെയും പെർഫോമൻസ് മാർക്കറ്റിങ്ങിന്റെ ഒക്കെ ഞാൻ ഉള്ള നോർത്ത് ഇന്ത്യൻ പുറത്തുള്ള രാജ്യങ്ങളിലെ കമ്മ്യൂണിറ്റികളിലൊക്കെ ഇങ്ങനെ ഒരു വസ്തുത പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണ് നിങ്ങളെ കാഴ്ചപ്പാടെന്നൊന്ന് പറയൂ. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു കൺഫർമേഷനോ എവിടെയും തന്നെ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. എനിക്കും ഇങ്ങനെ ഫീൽ ചെയ്തായിരുന്നു, കുറച്ച് പ്ലാറ്റ്ഫോം അത്ര സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു കുറച്ച് ആഴ്ചകളായിട്ട്. പിന്നെ ഞാനും ഗ്രൂപ്പിൽ പല ആൾക്കാർ ഇങ്ങനെ പറയുന്നതും എറർ പോലത്തെ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തതായിട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു എനിക്കൊന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഏകദേശം ഒരു 1 മന്ത് മുന്നേ ആയിട്ട് ഇവരുടെ കുറച്ച് പ്ലാറ്റ്ഫോം അപ്ഡേറ്റ്സ് വരുന്നതായിട്ട് ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ കുറെ കൂടെ അവർ കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്ലാറ്റ്ഫോം കുറെ കൂടെ ഓട്ടോമേറ്റഡ് ആവാനും കുറെ കൂടെ AI ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പ്ലാറ്റ്ഫോം ബേസിക്കലി അവിടെ പ്രൊഡക്റ്റ് അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാരണങ്ങളാവാനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കുറച്ചുകൂടെ പ്രൊഡക്റ്റ് പുതിയൊരു റോൾ ഔട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ടുള്ള പ്രോബ്ലംസ് ആവണം മാക്സിമം പ്രതീക്ഷിക്കുന്ന അങ്ങനത്തെ കാരണങ്ങളാണ്. ഓക്കെ, പിന്നെ പെർഫോമൻസിൻ്റെ സൈഡിനകത്ത് ഞാനതും നോട്ടീസ് ചെയ്തിട്ടുണ്ടായി. നമുക്ക് കൂടുതലായിട്ടും ക്യാമ്പയിൻസിൻ്റെ ഒരു റീച്ച് കുറയുന്നതായിട്ടാണ് കണ്ടേക്കുന്നത്. അത് കൂടുതലും CPM കൂടുന്ന ഒരു എന്താ പറയുക, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമ്പയിൻസിനൊക്കെ കുറച്ച് പ്രത്യേകിച്ച് പുതിയ അക്കൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി വരുന്നൊരു CPM-ൻ്റെ ഒരു 2 ഇരട്ടി തൊട്ട് 5 ഇരട്ടി വരെ CPM ആവുന്നുണ്ട്. അപ്പം CPM ഇപ്പോൾ ഒരു 20 രൂപ CPM കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റിൽ അത് പെട്ടെന്ന് 100 രൂപയായിട്ട് CPM കൂടുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഓവറോൾ റീച്ച് കുറയും. ക്യാമ്പയിൻ്റെ ഓവറോൾ റീച്ച് കുറയുമ്പോൾ നമുക്ക് കൺവേർഷൻ റേറ്റ് സെയിം ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കൺവേർഷൻസ് കുറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പം CPM-ൻ്റെ ഒരു കൂടുന്ന ഒരു ഇഷ്യൂ ആണ് മെയിനായിട്ട് അവിടെ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. അതർ ദാൻ ഈ പറയുന്ന ബഗ്സും പ്രോഡക്റ്റ് ഇഷ്യൂസ് അല്ലാതെ CPM കൂടുന്നൊരു ഇഷ്യൂ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. സോ CPM കൂടുന്നത് സ്വാഭാവികമായിട്ടും മറ്റ് റിസൾട്ടുകൾ കുറയാനായിട്ടുള്ളൊരു മെയിൻ റീസൺ ആവാറുണ്ട്.
പിന്നെ CPM-ന്റെ കേസിനകത്ത് വീണ്ടും കുറച്ച് അക്കൗണ്ടിന് ലേണിംഗ് കൂടുന്നതനുസരിച്ച് CPM പിന്നീട് കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മെയിനായിട്ടും ഈ അഡ്വാൻറ്റേജ് ഓഡിയൻസിലാണ് പെട്ടെന്ന് തന്നെ ഈ വൺസ് ഒരു ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം വളരെ വലിയൊരു CPM-ലേക്ക് പോയി പിന്നെ അത് പയ്യെ 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 താഴേക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് കാണുന്നത്. ഇനിയിപ്പം ഈ ക്യാമ്പയിൻസ് ഒക്കെ റാൻഡമായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കുക, നിങ്ങളുടെ ഒരു CPM വളരെ കൂടുതലാണെങ്കിൽ അത് കുറച്ച് വൺസ് ക്യാമ്പയിൻ്റെ ഒരു ലേണിംഗ് ഇൻക്രീസ് ആകുന്നതനുസരിച്ച് ആ CPM താഴോട്ട് വരും. അപ്പോൾ ഒരു 1-2 ദിവസമൊക്കെ ഒരു ക്യാമ്പയിൻ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അത് ഓഫ് ആക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് എഡിറ്റ്സ് വരുത്തി കഴിഞ്ഞാൽ ആ CPM നിങ്ങൾക്ക് വൺസ് താഴുന്ന സമയത്താണ് കുറച്ച് റിസൾട്ട് കിട്ടി തുടങ്ങുന്നത്. പിന്നെ വൺസ് റിസൾട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് സ്റ്റേബിളായിട്ട് കുറച്ച് നമ്പേഴ്സ് കൂടാനും അതുപോലെ തന്നെ കോസ്റ്റ് പെർ റിസൾട്ട് കുറയുന്ന ഒരു ഓപ്ഷനും കാണുന്നുണ്ട്. സോ ഒന്ന് ഓക്കെ വെയിറ്റ് ചെയ്യുക. ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ പെർഫോമൻസിനെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു മേജർ ആയിട്ടുള്ളൊരു ചേഞ്ചോ അല്ലെങ്കിൽ ഈവൻ ക്യാമ്പയിൻ ഓഫ് ആക്കുന്നതാണെങ്കിൽ ഓൺ ആക്കുന്നതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും ഷെബിനോട് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാനുണ്ടോ? ഹായ് ഷെബിൻ സാർ. ഹായ്. സലീമാണ് ഹായ്. സാറേ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റൻ ഉണ്ടല്ലോ, അതായത് ഈ CPM കൂടുന്ന പ്രശ്നം അത് അറ്റൻഡബിൾസ് ഓഡിയൻസിനാണോ കണ്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ നോർമൽ ക്യാമ്പയിൻസിന് വന്നിട്ടുണ്ടോ? നോർമൽ ഓഡിയൻസിനും ഉണ്ട്, പക്ഷെ അഡ്വാൻറ്റേജ് ഓഡിയൻസിന് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ അത് ഞാൻ അഡ്വാൻറ്റേജ് ഓഡിയൻസ് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ അൽഗോരിതമാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ നോർമലി ഒരു ഒറിജിനൽ ഓഡിയൻസിലേക്ക് പോകുമ്പം അത് ഓൾറെഡി അവിടെ സ്റ്റേബിൾ ആയ ഒരു ഫീച്ചറാണ്. നമ്മൾ കുറച്ചും കൂടെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്താണ് കൊടുക്കുന്നത്. എൻ്റെ ഓഡിയൻസ് ഇന്നതാണ്, ഇന്ന ഇൻട്രസ്റ്റ് വരുന്ന ഇന്ന ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഒറിജിനൽ ഓഡിയൻസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ഒരു 2 മില്യൺ ഓഡിയൻസ് സൈസ് ഉണ്ടെങ്കിൽ ഇതേ ഓഡിയൻസിനെ നമ്മളൊരു അഡ്വാൻറ്റേജ് ഫീച്ചർ യൂസ് ചെയ്ത് സെയിം ഇൻട്രസ്റ്റും സെയിം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒറിജിനൽ ഓഡിയൻസിൽ 2 മില്യൺ ഓഡിയൻസ് സൈസ് ഉണ്ടായിരുന്ന ഓഡിയൻസ് അഡ്വാൻറ്റേജ് ഓഡിയൻസിലേക്ക് വരുമ്പോൾ അതൊരു 3 അല്ലെങ്കിൽ ഒരു 4 മില്യൺ വരെ വലുതാകും. ഓക്കെ, അപ്പോൾ ഈ വലുതാകുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അൽഗോരിതം ആ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് ആ വരുന്ന ലൈവ് ഡേറ്റനെ ബേസ് ചെയ്തിട്ടാണ് പിന്നീടുള്ള ഒപ്റ്റിമൈസേഷൻസും മറ്റ് ഇൻക്ലൂഡിങ് അത് ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് അവിടെ തന്നെ ഒരു ഓപ്ഷനിലേക്ക് ചെല്ലുമ്പം ആരെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യണം, ഏത് പ്ലേസ്മെന്റ് ചൂസ് ചെയ്യണം, ഇതൊക്കെ കുറച്ചും കൂടെ ഈ റിയൽ ടൈം ഡേറ്റനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ക്യാമ്പയിൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു ഡെലിവറി നടക്കുന്നത്. എന്നാൽ ഒറിജിനൽ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആണ്, അതിനുള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ കൺട്രോൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ അഡ്വാൻറ്റേജ് ഓഡിയൻസിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അവിടെ കൺട്രോൾ കുറേ കൂടെ അൽഗോരിതത്തിനാണ് പോകുന്നത്. ആ കൺട്രോൾ ചെയ്യുന്നതും അല്ല അവിടെ ഓരോ ഡിസിഷൻ എടുക്കുന്നതും ഈ ക്യാമ്പയിനിൽ നിന്ന് വരാൻ പോകുന്ന ഡേറ്റനെ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ ഇനീഷ്യലി ആ CPM അതുപോലെ നമ്മളുടെ കോസ്റ്റ് കുറച്ച് കൂടാനായിട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ സാധ്യത അഡ്വാൻറ്റേജ് ഓഡിയൻസിൽ നിന്നാണ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം എത്ര ദിവസം വെയിറ്റ് ചെയ്യേണ്ടത് ആ റിസൾട്ടിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി, ഏകദേശം ആ ഒരു ലേണിംഗ് സിസ്റ്റത്തിന്? ഇപ്പം ഈ ഡേയ്സ് ഞാനൊരു ഒരു ആവറേജ് ഡേയ്സ് ആണ് ഒരു 1 വീക്ക് എന്ന് പറഞ്ഞത്. വീണ്ടും അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ ക്യാമ്പയിൻ എന്തുമാത്രം ലേണിംഗ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ ബേസിക്കലി ഡേറ്റയാണ് നിങ്ങൾ അവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ഇൻഫർമേഷൻ ആണോ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കിട്ടുന്നത്, ആ ഇൻഫർമേഷൻ എത്രത്തോളം പെട്ടെന്ന് കിട്ടുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റും. ശരിയല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതേ സെയിം സാധനമാണ് അൽഗോരിതത്തിനും. അവിടെ നമ്മളിപ്പോൾ ഒരു ഡെയിലി കൊടുക്കുന്ന ബഡ്ജറ്റ് വളരെ കുറവാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ടോട്ടൽ ഒരു 1 മില്യൺ ഒരു 10 ലക്ഷം ഓഡിയൻസ് സൈസ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഡെയിലി ബഡ്ജറ്റ് 100 രൂപയാണെന്നുണ്ടെങ്കിൽ ആ ഓഡിയൻസിന്റെ ഒരു 1% അഡ്രസ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ ഡെയിലി ഒരു 100 രൂപ ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1000 പേരെ പോലും നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം റീച്ച് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ക്യാമ്പയിന് കിട്ടുന്ന ലേണിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ലേണിംഗ് ആണ്. ഇത് സ്റ്റേബിൾ ആയി വരാൻ ചിലപ്പോൾ ഒരു 10 ദിവസം ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ സ്റ്റേബിൾ ആവത്തില്ല. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആഡ് അക്കൗണ്ട് ആണ്. അപ്പോൾ ആ ആഡ് അക്കൗണ്ടിൽ പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ അതിപ്പോൾ അഡ്വാൻറ്റേജ് ഓഡിയൻസിനെ നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ടോട്ടൽ ഹിസ്റ്ററി അവിടെ ഹെൽപ്പ് ചെയ്യും ഈ പറയുന്ന ക്യാമ്പയിനെ. അപ്പം ഇത് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നതിൻ്റെ റീസൺ, ഇപ്പം സലീം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ആഡ് അക്കൗണ്ടിലും സലീമിൻ്റെ ഒരു ഫ്രണ്ട് സെയിം ബിസിനസ്സിൽ തന്നെ ഒരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിലും അഡ്വാൻറ്റേജ് ഓഡിയൻസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാൻ പോകുന്ന റിസൾട്ട് വ്യത്യസ്തമായിരിക്കും. പിടികിട്ടോ? അപ്പൊ നമ്മൾ ഏകദേശം നമുക്ക് ഒരു 1 മില്യൺ ടു 2 മില്യൺ സൈസ് ഓഡിയൻസ് സൈസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 2 ഞാൻ എൻ്റെ ഒരു സ്നാപ് ഞാനൊരു 2 to 3 to 4 days ഞാനൊരു ഒപ്റ്റിമൈസേഷൻ വെക്കാറുള്ളത്. അതിനുള്ള നോക്കിയിട്ടാണ് നമുക്ക് ഏകദേശം മനസ്സിലായി ഓഡിയൻസ് എങ്ങോട്ടാ പോകുന്നുള്ളത്. അപ്പൊ ആ ദിവസത്തിന്റെ വരുന്ന എൻക്വയറികൾ ഇപ്പൊ നമ്മള്
മെയിൻലി ഞാൻ ചെയ്യുന്ന വാട്സ്ആപ്പ് ക്യാമ്പയിൻസ്. ആ വരുന്ന എൻക്വയറികൾ ഇപ്പൊ നമ്മൾ GCC ഒക്കെ ടാർഗറ്റ് സമയത്ത് പലപ്പോഴും ഈ ബംഗാൾ ഡാറ്റ കയറി വരാറുണ്ട്. ഈ ഹിന്ദിക്കാരൊക്കെ പക്ക എന്താ പറയുക അക്കത്തിൽ വളരെ ഡാറ്റ വരാറുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ അങ്ങനെ ഡെലിവറി കൊടുക്കില്ല. കാരണം പിന്നീട് വരുന്ന ഓഡിയൻസ് മൊത്തം ആ ടൈപ്പിലേക്ക് ആയിരിക്കും. ഭയങ്കര കോസ്റ്റ് റിസൾട്ട് ഭയങ്കര കുറവായിരിക്കും, ഭയങ്കര ഇതാണ്. പക്ഷെ റിസൾട്ട് വരുമ്പോൾ പക്ക ഫ്ലോപ്പ്, നമുക്ക് ഒരു നിരക്കും ശ്രമിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു 3 to 4 days പൊതുവെ എന്റെ ഒരു ഇതിൽ വെക്കാറുള്ളത്. സോ അതിന് ശേഷം വേണം. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞല്ലോ എത്ര പെർസെന്റേജ് ഓഡിയൻസേക്ക് എത്തിണ്ടാവുള്ളൂ എന്നൊക്കെ ആ ഒരു നമ്മൾ ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ, അപ്പൊ നമ്മൾ എത്രമാത്രം ബഡ്ജറ്റ് കൺസിഡർ, എത്ര പെർസെന്റേജ് ബഡ്ജറ്റ് ഡയലി സ്പെൻഡിന് പോലത്തെ ബഡ്ജറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും വേണം. ഇങ്ങനെ ഓഡിയൻസ് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം ഒരു 2-3 daysനുള്ളിൽ നമുക്ക് ലേണിംഗ് കിട്ടാം. കൂടുതൽ ഒരു ടൈം എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 1 million ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏകദേശം എത്ര ബഡ്ജറ്റ് നമ്മൾ കണ്ടെത്തേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും ആ ഒരു ക്യാമ്പയിൻ പെർഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ലേണിംഗ് ഒന്ന് ഫാസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് സജഷൻസ് വല്ലതും ഉണ്ടോ? ബഡ്ജറ്റ് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബഡ്ജറ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ക്യാമ്പയിൻ ആണോ ചെയ്യാൻ പോകുന്നത്, എന്ത് റിസൾട്ട് ആണോ നോക്കുന്നത്, ആ റിസൾട്ട് 50 എണ്ണം കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ക്യാമ്പയിന്റെ ലേണിംഗ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങളുടെ ക്യാമ്പയിൻ ഇപ്പം പോകുന്നത് ഒരു ലീഡ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആവറേജ് ലീഡ് കോസ്റ്റ് വരുന്നത് ആ അക്കൗണ്ടിന് ഒരു 500 രൂപ വെച്ചാണെന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈഡ് ബൈ 50 ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ട ആവറേജ് ബഡ്ജറ്റ്. കാരണം അതാണ് നിങ്ങൾക്ക് ആവറേജ് വൈസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങൾ 50 കൺവേർഷൻ വരാനായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ബഡ്ജറ്റ് മിനിമം വേണം അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ ലേണിംഗ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആ ബഡ്ജറ്റ് ചൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ ലേണിംഗ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള, ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ആ മാർക്കറ്റിൽ ആവറേജ് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അസ്യൂം ചെയ്ത് കൊടുക്കാം. പക്ഷെ അവിടെയും അസംഷൻ ആണ്, അത് തന്നെ കൃത്യമായിട്ട് നമുക്ക് വരണം നിർബന്ധമില്ല. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇപ്പം ആവറേജ് ആ ഇൻഡസ്ട്രിയിൽ ഇപ്പം വളരെ ബിസിനസ്സുകളൊക്കെയാണ്, ഇപ്പം സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ വല്ല ബിസിനസ് രജിസ്ട്രേഷൻ കൺസൾട്ടൻസി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബിസിനസ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒരു ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അത് മൾട്ടിപ്ലൈഡ് വില അതിനകത്ത് ചെറിയൊരു ബഫറും കൂടെ ഇടുക. ഇപ്പം 200 രൂപയ്ക്കാണ് മറ്റവർക്ക് ലീഡ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 250 കാൽക്കുലേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. ഇതൊരു അപ്രോച്ച്. ഓക്കെ, ഇനി നമ്മുടെ മാർക്കറ്റിൽ പ്രത്യേകം വരുമ്പം ഇത്രയും ക്ലൈൻ്റ് ഒന്നും അത്ര എഡ്യൂക്കേറ്റഡ്, ഐ മീൻ മാർക്കറ്റിംഗ് എഡ്യൂക്കേറ്റഡ് അല്ല, പ്ലാറ്റ്ഫോം ബേസ് പ്രാക്ടീസ് എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവർ നേരെ ഒറ്റ നമ്പർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഫിക്സഡ് ബഡ്ജറ്റ് തന്നെ, ഇപ്പം ഒരു 10,000 അല്ലെങ്കിൽ 5,000 അങ്ങനെ ഒരു ഫിക്സഡ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആ റിസൾട്ട് വരുന്ന എന്താണോ അതിനെ നിങ്ങളൊരു ഇനീഷ്യൽ ലേണിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് ഫസ്റ്റ് 5,000 നിങ്ങളൊരു ട്രയൽ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക. ആ ക്യാമ്പയിൻ്റെ എന്താണോ റിസൾട്ട്, എന്ത് തന്നെ ആയാലും അതാണ് നിങ്ങളുടെ ഇനീഷ്യൽ ലേണിംഗ്. ദെൻ ആ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, മനസ്സിലായി. ഞാൻ വെച്ചാൽ ഇപ്പൊ ഈ മാസം അല്ല മുമ്പത്തെ മാസം, അതായത് അതിന് മുമ്പത്തെ 3 മാസം ഡാറ്റ അനലൈസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ആവറേജ് CPL ബേസിൽ ഞാൻ ഒരു 170 റേഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, CPL കണ്ടിട്ട് നമ്മൾ ബഡ്ജറ്റ് ഒരു ക്യാമ്പയിൻ ഇട്ടു. അതായത് 50 കൺവേർഷൻ വീക്കിൽ നടക്കുന്ന പോലത്തെ. പക്ഷെ സംഭവിച്ചെന്ന് വെച്ചാൽ ബഡ്ജറ്റ് ബേൺ ആയി എന്നല്ലാത്ത നമുക്ക് റിസൾട്ട് വന്നില്ല. ഞാൻ 7 days പോയി നോക്കി, നോ റിസൾട്ട്. നമ്മൾ പ്രതീക്ഷിച്ച CPLന്റെ ഒക്കെ എത്ര 10x ഇരട്ടിയിലൊക്കെ CPL വന്നു. ബഡ്ജറ്റ് ഇങ്ങനെ ബേൺ ആവുന്നുണ്ടല്ലാതെ നമ്മൾ ഉടനെ ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്തു 7 days ശേഷം. പിന്നെ ഫുള്ള് ബഡ്ജറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നത് ഒരു 175 into ആ റേഞ്ചിൽ ഏകദേശം വരും. കണക്കിട്ട് കറക്റ്റ് ഓർമ്മയിട്ടില്ല. റേഞ്ചില് 50. ഓക്കെ, ഡയറി നമുക്കൊരു 60 എൻക്വയറി വരുത്തുന്ന കോലത്തിൽ നമ്മൾ ബഡ്ജറ്റ് ഇട്ട്, അതായത് 10,000 ആ രൂപത്തെ ബഡ്ജറ്റ് ഇട്ടു. സംഭവിച്ചെന്ന് വെച്ചാൽ ബഡ്ജറ്റ് തീർന്നല്ലാതെ നമുക്ക് പ്രതീക്ഷിച്ച ഒരു റിസൾട്ടോ ഒന്നും കിട്ടിയില്ല. നമ്മൾ നേരെ ചെയ്ത് പ്രാക്ടീസ് എന്ന് വെച്ചാൽ ക്യാമ്പ് മൊത്തം പൊളിച്ച് ആ 10,000 ഒരു 5 പാർട്ടാക്കി ബഡ്ജറ്റിനായിട്ട്. ഒരു 1,200 1,500 ആ ബഡ്ജറ്റിലേക്ക് കിട്ടിയപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയേക്കാളും കുറഞ്ഞ ലീഡ് കോസ്റ്റിൽ എൻക്വയറി കിട്ടാൻ തുടങ്ങിയ എന്നുള്ളതാണ് എനിക്ക് വന്നൊരു സിനാരിയോ. സോ അതെന്തായിരിക്കും കാരണം? ഒന്നുകൂടെ ആദ്യമേ നിങ്ങൾ 10,000 ഡെയിലി ബഡ്ജറ്റ് ആക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഡെയിലി ബഡ്ജറ്റ് എത്രയായിരുന്നു? ഡെയിലി അത് ഏകദേശം 5,000 റേഞ്ചിലേക്ക് പോയിരുന്നു. 5,000 6,000 റേഞ്ചിലേക്ക് ആയിരുന്നു ഒരു ക്യാമ്പയിൻ ഇട്ടു. നിങ്ങൾ നോക്കിയില്ലേ, പ്രൈമറി ഒരു അനാലിസിസ് നടത്തിയില്ല എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ് കൂടിയെന്നുള്ളത്? ഞാൻ കൂടുതൽ ഡീപ്പിലേക്ക് പോയിട്ടില്ല. അങ്ങനെ പോകണം. മീൻസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ പഠിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇപ്പം ബാക്കിയുള്ളവരാണേലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അൺയൂഷ്വലായിട്ട് എന്ത് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഡിഗ് ചെയ്ത് പോവുക, അങ്ങനെ പോകുന്ന ഒരു ഹാബിറ്റാണ് ബേസിക്കലി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്.
അല്ലാതെ നമുക്കിപ്പോൾ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, റിസൾട്ട് വരുന്നില്ലെങ്കിൽ ഓക്കെ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തു, അവിടെ കൊണ്ട് തീരല്ലോ. റിസൾട്ട് വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് റിസൾട്ട് വന്നില്ല എന്ന് നിങ്ങൾ ഒരു റീസൺ കണ്ടുപിടിക്കാൻ പോകണം. അങ്ങനെ റീസൺ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഡിഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്നും ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. അവിടെയാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ ഒരു എറർ വന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതെന്താണെന്നറിയാവോ, ചിലപ്പോൾ അതിനകത്ത് തന്നെ ആൻസർ ഉണ്ടാവും. അത് എടുത്തു അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ആൻസറിനെ ഈ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ കിട്ടി പോകുന്നതല്ല ഈ ഗ്രൂപ്പിനെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ പോയി നോക്കുക. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ വല്ലാത്തൊരു നിങ്ങൾ പറഞ്ഞത്, വല്ലാത്തൊരു പോയിന്റാണ് നിങ്ങളിപ്പോ സൂചിപ്പിച്ചത്. കാരണം നമ്മൾ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഇത്രത്തോളം സുഹൃത്തുക്കൾ ഇപ്പൊ ഈ ചർച്ചയിൽ ഏകദേശം 18 19 ചർച്ച നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്. മഖ്ദൂം അല്ലെങ്കിൽ സലീം അവിടെ ഞാൻ സലീമിന്റെ ഭാഗത്ത് ആ ഒരു റിസർച്ച് നടത്തിയെന്ന് സലീം പറയുന്നത് ഞാൻ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചു. ഇന്ന റീസൺ ആണ് ഞാൻ അതിനെ കണ്ടെത്തിയത്, ഇന്ന രൂപം കൊണ്ടാണ് അത് ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം. പക്ഷെ സലീം നേരെ പറഞ്ഞത് ഞാനത് ഓഫാക്കിന്നാ. സത്യത്തിൽ അത് സലീം ഇനി അത് ഈ ഷെബിൻ പറഞ്ഞൊരു പോയിന്റിലേക്ക് എത്തണം. കാരണം ആഴത്തിൽ ചെന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്തുകൊണ്ട് ഇത് പരാജയപ്പെട്ടു. അത് പല റീസൺ ആവാം. റീസണുകൾ നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം വർദ്ധിക്കും. ആ കോൺഫിഡൻസ് ലെവൽ എന്ന് ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഏത് പേഴ്സ്പെക്റ്റീവിലും ഏത് നീഷിലും ഏത് ഇൻഡസ്ട്രിയിലും ഏത് തരം ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിലും അത് ഇന്ന റീസൺ കൊണ്ടാണ് അത് പരാജയപ്പെടുക എന്നുള്ള സ്പാർക്ക് നിങ്ങൾ ബ്രെയിനിൽ കിട്ടും. അത് ഷെബിൻ പറഞ്ഞൊരു വാക്ക് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരും, അത് SEOല് ആണെങ്കിലും SEOല് ഇതേ പേഴ്സ്പെക്റ്റീവ് തന്നെ, ഇപ്പൊ ശ്യാം സാർ ആയിക്കോട്ടെ, കാർത്തിക് സാർ ആയിക്കോട്ടെ, ഇതിൽ സംസാരിക്കുന്ന ആരും ആയിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞ ഈ പേഴ്സ്പെക്റ്റീവ് ഡിഗ് ഡീപ്പ് എന്നാണ്. നിങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്തോറേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊന്നും നടന്നെന്ന് വരില്ല. പഠിച്ചു വരുന്ന കുട്ടികൾ നിർഭാഗ്യവശാൽ, അത് കുട്ടികളെ കുറ്റം പറയാനൊന്നും പറ്റില്ല, അത് നടന്നു വരുന്നൊന്നും എനിക്ക് തോന്നണില്ല. കാരണം അത് നടന്നു വരാനും സാധ്യത. ഞാനിപ്പോ ക്രിയേറ്റീവിന്റെ വിഷയം ഞാൻ ഒരുപാട് കമ്പനികൾക്ക് കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയും എന്റെ കയ്യിൽ ഈ പോസ്റ്ററേ ഉള്ളൂ. ഞാൻ പറയും അത് നടക്കില്ല. അപ്പൊ അവര് ചോദിക്കും നിങ്ങൾ എന്തിനാ അങ്ങനെ വാശി പിടിക്കണം ചോദിക്കും. ഞാൻ പറയാം വാശി പിടിക്കാൻ കാരണം എന്താ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആ സാധനം കൊണ്ട് അത് വിജയിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായി നോക്കും. ഞാൻ പറയാം അങ്ങനത്തെ ആയിരക്കണക്കിന് സാധനം കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കൺവേർട്ട് ആവില്ല. അപ്പൊ നിങ്ങൾ ഇത് ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഷെബിൻ പറയണ ഒരു വാക്കിനെ, അത് സലീം തെറ്റ് ചെയ്തെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ സലീം അത് പറയുന്നു ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ സലീം വളരെ ആക്റ്റീവായിട്ട് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഞാൻ 2, 3, 4 ഇപ്പോഴത്തെ ചർച്ചകളിൽ ഞാൻ സലീം വളരെ കൃത്യമായ ചോദ്യം ചോദിക്കുകയും ഉത്തരം കിട്ടുകയും അത് വീണ്ടും ചോദിക്കുകയും കേൾക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളെ നന്നാവാൻ വേണ്ടി പറഞ്ഞാട്ടാ. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ നന്നാവാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം നിങ്ങൾ എല്ലാവരും നന്നാവണം. കാരണം ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും നന്നായാൽ മാത്രമേ ഇതുകൊണ്ട് എല്ലാവർക്കും ഗുണമുള്ളൂ. ഇപ്പൊ ഡോക്ടർ നിസാമുദ്ദീൻ വീണ്ടും ഈ ഗ്രൂപ്പിലേക്ക് ചർച്ചയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. നിസാമുദ്ദീൻ ഇതുപോലെ ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് പിന്നെ അവസാനം എന്നോട് ഒരു വോയിസ് ഇട്ടു. സാറ് പറഞ്ഞത് പ്രകാരം ഞാനിതാ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എവിടെ എത്തി എന്നുള്ളത് നിസാമുദ്ദീൻ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. റിസൾട്ട് ഒക്കെ കുറെ കാലമായി നിങ്ങളെ ശബ്ദം കേട്ടിട്ട്. അപ്പൊ സലീമിനോട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഷെബിൻ തുടർന്നോളൂ. സലീം, ഞാനും അതൊരു പോസിറ്റീവ് ആംഗിളിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. കാരണം ഇത്രയും നേരം സംസാരിച്ച് വെച്ചിട്ട് എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. സലീമിന് കുറെ കൂടെ പെയ്ഡ് ആർട്സിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള ഒരു സ്പാർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിത് സലീമിനെ മാത്രമായിട്ടല്ല എല്ലാവരോടും പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ വരുമ്പം മനസ്സിലായ ഇവിടുത്തെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ടീം എന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ ഒരു 5 മെമ്പേഴ്സിന്റെ ടീം എന്ന് പറയുന്ന 5 കൺട്രീസിൽ നിന്നുള്ളവരാണ്. ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ടീമിനോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം, ഈവൻ ഇൻക്ലൂഡിങ് ഇന്ത്യയിലുള്ള ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനോടാണെങ്കിലും ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്, ടെക്നിക്കലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്റ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. സ്റ്റിൽ അവർക്കൊരു ഈസി ലാഡർ ഉണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിനകത്ത്. അതായത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന സാധനം മാത്രം നമ്മുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഓവർകം ചെയ്തു പോകാൻ. പക്ഷേ എല്ലാ ആൾക്കാരുടെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒറ്റ സാധനം മതി നമുക്കിവിടെ വിജയിക്കാനായിട്ട്. ഇപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ക്യാമ്പയിൻ അവിടെ ഫെയിലായി, ആ ക്യാമ്പയിൻ ഫെയിലായത് അവിടെ കൊണ്ടാണ് മോസ്റ്റ്ലി 90% ആൾക്കാർ അവിടെ നിർത്തും. അതിനുശേഷം അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കും.
അത് നോക്കണം. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അവിടെ ഫെയിലായെന്ന് നിങ്ങൾ ഡിഗ് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് മനസ്സിലാക്കും. ആ മാർക്കറ്റിൻ്റെ ഒരു ആവറേജ് റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കും. അതിൻ്റെ ബെഞ്ച് മാർക്ക് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ക്യാമ്പയിൻ ഫെയിൽ ആയതെന്ന് എത്രത്തോളം നിങ്ങൾ അടുത്തോട്ട് ചെല്ലുന്നോ ഈ ഇൻസൈറ്റ് ആണ് ബേസിക്കലി നിങ്ങളുടെ ഞാൻ പെയ്ഡ് ആഡ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു സീക്രട്ട് സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? കാരണം ഇത് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനോ നിങ്ങളുടെ മറ്റ് പിയർ മെമ്പേഴ്സിനോ അത് അറിയത്തില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഈസി ലാഡറാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ടു പോയിന്റിലേക്ക് വരാം. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഫസ്റ്റ് ഒരു 5,000 നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, അത് നേരെ 10,000 ഇൻക്രീസ് ആക്കി. അപ്പം ഈ ക്യാമ്പയിൻ്റെ ബഡ്ജറ്റ് ഇൻക്രീസ് ആകാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രീവിയസ്ലി റിസൾട്ട് കിട്ടിയ ക്യാമ്പയിനിൽ നിന്നും റിസൾട്ട് കിട്ടാത്ത ക്യാമ്പയിനിലേക്ക് പോയപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ചേഞ്ച് ചെയ്തത്? ഒന്ന് ബഡ്ജറ്റാണ്, അടുത്തത് എന്തൊക്കെയായിരുന്നു? എങ്ങനെ ഒന്നും പറയാം ഷിബിൻ സർ? അതായത് Voice ഇപ്പം ഞാൻ ചെറുതാ. പറയണം, ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ്റെ റിസൾട്ട് കിട്ടാതെ പോകുന്നത്, ഞാനിപ്പോൾ പറഞ്ഞൊരു അപ്രോച്ച് എങ്ങനെയാണ് ട്രൈ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ. അപ്പം നമുക്കിപ്പോൾ 10,000 നിങ്ങൾ ഡെയിലി ചെയ്ത ബഡ്ജറ്റിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതിന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ക്യാമ്പയിൻ ഏതാണ് അത് നിങ്ങളുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ ഈ ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് മുന്നേ, അല്ലേ? ആ ഞാൻ ക്യാമ്പയിൻ്റെ നോക്കുമ്പോ ഡെയിലി ബഡ്ജറ്റ് എത്രയായിരുന്നു? ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിൽ. രണ്ടു ഓക്കെ. 10,000 റേഞ്ചിലൊക്കെ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. ഉം. ഞാൻ റീസെന്റ് ആണ് ആ അക്കൗണ്ടിൽ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഫുള്ളി സെറ്റിലേക്ക് പോയിട്ടില്ലായിരുന്നു. കാരണം ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ ഇങ്ങനെ നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ ടൈം ഏതാന്ന് നോക്കുക, ആ ഒരു ക്യാമ്പയിൻ ഏതാന്ന് നോക്കുക. ഓക്കെ, ഓക്കെ. റിസൾട്ട് കിട്ടിയ ക്യാമ്പയിനിൽ നിന്നും റിസൾട്ട് കിട്ടാത്ത ക്യാമ്പയിനിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചേഞ്ച് ചെയ്തു? ആ ചേഞ്ച് ആയ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഒന്ന് ചിലപ്പം ബഡ്ജറ്റ് ആവാം, ഒന്ന് ക്രിയേറ്റീവ് ചേഞ്ച് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ഓഡിയൻസ് ചേഞ്ച് ആയിട്ടുണ്ടാവും, ചിലപ്പം ഓഡിയൻസും ബഡ്ജറ്റും എല്ലാം സെയിം ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റീവ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അതായിരിക്കും നിങ്ങളുടെ ആൻസർ. കാരണം മറ്റ് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന പോലെ ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്തില്ല, സിമ്പിളി ആൻസർ അവിടെ കിട്ടി. അപ്പം വർക്കായ ക്രിയേറ്റീവ്സ് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ആ ക്രിയേറ്റീവ്സ് എന്തുകൊണ്ട് വർക്കായി, ഈ ക്രിയേറ്റീവ്സ് വർക്ക് ആവാതെ ആ ക്രിയേറ്റീവ്സ് എന്തുകൊണ്ട് വർക്കായി? രണ്ടും ഒരു ബിസിനസ്സിനാണ്. ഒരു ബിസിനസ്സിന് തന്നെ രണ്ട് തരത്തിലുള്ള ക്രിയേറ്റീവ്സ് ട്രൈ ചെയ്തപ്പോൾ ഒന്ന് വർക്കായി ഒന്ന് വർക്കൗട്ട് ആയില്ല. അപ്പം വർക്കായ ക്രിയേറ്റീവിനെ എടുക്കുക, അതിനെ കീറി മുറിക്കുക, എന്തുകൊണ്ട് ഇത് വർക്കായി, അതിനകത്ത് യൂസ് ചെയ്ത കളർ തൊട്ട് അതിനകത്ത് യൂസ് ചെയ്ത ഫോണ്ട് തൊട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിടികിട്ടിയോ? കിട്ടി. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലേണിംഗ്. ഈ ലേണിംഗ് ആണ് അടുത്ത മൂന്നാമത്തെ ക്രിയേറ്റീവിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ആ ക്രിയേറ്റീവ് വർക്ക് ആകുന്നുണ്ടോ ഇല്ലയോ നോക്കുക. വീണ്ടും അത് വർക്കായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വർക്കായില്ല, ഞാൻ സെയിം ക്രിയേറ്റീവ് അപ്രോച്ച് ഇവിടെ എടുത്തു, അപ്പോൾ എന്താണ് ഇവിടെ എനിക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ബാക്കി ലാഗാകുന്നത്? എന്താണ്? ബഡ്ജറ്റ് ആണോ, ഓഡിയൻസ് ആണോ, എന്താണ്? ഇത് നോക്കുക. പിടികിട്ടിയോ? ഓക്കെ. ഞാനിപ്പോ ജസ്റ്റ് നീ ഇതാണ് പറഞ്ഞ സംബന്ധം ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ആ ചെയ്ത് നോക്കി. അപ്പൊ ഉം, ഒരു 10,000 മുമ്പ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എന്തൊരു ഒരു ഇതേപോലെ നമുക്കൊരു 60 അങ്കൂർ ഡെയിലി വരുന്ന കോലത്തിൽ ആ ഒരു ആവറേജ് CPL കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ബഡ്ജറ്റ് ഇട്ടു. 50,000 ഒക്കെ റേഞ്ച് പെർ ഡേ ഒരു ക്യാമ്പയിൻ. അങ്ങനെ 2-3 അടിച്ചിട്ട് ഒരു വാട്സ്ആപ്പ് ക്യാമ്പയിൻ ഉണ്ടോ പുള്ളി GCC ഉം, ടാർഗറ്റ് ചെയ്ത് GCC ലൊക്കേഷൻ. ഉം, സോ അപ്പൊ നമ്മൾ 7 ഡേയ്സ് വെച്ച് നമുക്ക് പ്രതീക്ഷ CPL കിട്ടില്ല. പിന്നെ നമ്മൾ ക്യാമ്പയിൻ ഉം, പൊളിച്ചു. ഉം. പൊളിച്ചപ്പോൾ ബഡ്ജറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ലീഡ് വരുന്നുണ്ട്. അതേ മുമ്പ് സെയിം ക്രിയേറ്റീവ് തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിച്ചത്. കൂടുതൽ ക്രിയേറ്റീവ് നമ്മളുള്ള ക്രിയേറ്റീവ് തന്നെ അങ്ങോട്ട് ഷഫിൾ ചെയ്ത് ഓഡിയൻസിനെ അങ്ങനെ ഷഫിൾ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഒരു കറന്റ് മിനിറ്റ്, നിങ്ങൾ റണ്ണുള്ളത്. ക്യാമ്പയിൻ ചെയ്തു പോയി, നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ലീഡ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ പൊളിച്ചു അല്ലേ? ആ നമ്മൾ പ്രതീക്ഷിച്ച ലീഡ് കോസ്റ്റിനെക്കാട്ടും ഹൈ ആയിട്ട് വളരെ 10x ഹൈ ആയിട്ടുള്ള ലീഡ് ഉം, വന്നത്. നമുക്കത് ഉം, 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 അങ്ങനെ പോയാൽ നമുക്ക് ബഡ്ജറ്റ് വേണമുള്ളൂ. നമുക്ക് ഇവിടെ എൻക്വയറി വരുന്നില്ല ഉം, ഉം, വാട്സപ്പിൽ. ഉം, പിന്നെ വാട്സപ്പ് ഉം. ക്യാമ്പയിൻ ആണ് പല സമയത്ത് ഈ ഡാഷ്ബോർഡ് വിശ്വസിക്കാൻ പറ്റൂല. കാരണം ഈ ഫേസ്ബുക്ക് ഇപ്പൊ റീസെന്റ് ഇപ്പോൾ ഫേസ് എടുക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഞാൻ മെറ്റയില് നമുക്ക് കിട്ടുന്ന കൗണ്ട് അവിടെ കിട്ടുന്നില്ല. ചിലപ്പോൾ നമുക്കിവിടെ 50 കാണിക്കുമ്പോൾ അവിടെ 150 മേലെ വന്നിട്ടുണ്ട്. അതെ. ഇങ്ങനെ ഭയങ്കര പർച്ചേസിംഗ് ആണ്. അപ്പൊ ഇത് ബേസിൽ നമുക്കൊരു ഒരു ക്യാമറ ഒപ്റ്റിമൈസേഷൻ ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാട്സപ്പ് ക്യാമ്പയിൻസുകൾ ഇട്ടോ. ഉം. എല്ലാവർക്കും ഉണ്ടാകും കറന്റ്. ഷെബിൻ, ഹായ് ഷെബിൻ, ഹായ് സലീം. Yeah. ഷെബിൻ, എനിക്കിവിടെ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടിട്ട് ഈ അൽഗോരിതത്തിന് ഒട്ടും തന്നെ ലേൺ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ്റെ ലേണിംഗ് കർവ് ഓക്കെ, പക്ഷേ സിസ്റ്റത്തിനും ഒരു ഐഡിയ കിട്ടണ്ടേ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഗോൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് ടൈപ്പ് റിസൾട്ടാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഈ ഈ പ്ലാറ്റ്ഫോമിനും ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു അതും കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണ്ടേ.
കാരണം ഒറ്റയടിക്ക് കുറേ ചേഞ്ചസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്ന ഓക്കെ, പക്ഷെ എല്ലാത്തിനും ഒരു ലേണിംഗ് കർവ് ഉണ്ട്, നമുക്കുള്ള പോലെ സിസ്റ്റത്തിനും ഉണ്ട്. അത് നമ്മളും കൂടെ മനസ്സിലാക്കണം. ഒന്നുകിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മുടെ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ടീമിനെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്രീസെറ്റ് ടൈം കൊടുക്കുക. ഇത്രയും ടൈം നമുക്ക് ടെസ്റ്റിങ്ങിനും ലേണിങ്ങിനും ഉണ്ടാവും. അപ്പൊ അത് നേരത്തെ നമ്മൾ ഇത് കുറച്ചും കൂടെ ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ എപ്പോൾ ഒരു പുതിയ ക്ലയന്റ് അല്ലെ നമുക്കൊരു ഇൻഹൗസ് തന്നെ ഒരു പ്രൊജക്റ്റ് വന്നാലും ഒരുപാട് ഒന്നുകിൽ നമ്മൾ ആദ്യം ചോദിക്കും, ഓക്കെ ഈ അക്കൗണ്ടിന് ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ ഉള്ള ഹിസ്റ്ററി നല്ലതാണോ, നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഷിബിൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ടോ, ഒരു മെട്രിക്സസ് ഉണ്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ടൈം ബൈ ചെയ്യുക. ഞങ്ങൾക്ക് ഇത്രയും ടൈം വേണം, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ നമുക്ക് ഇതൊക്കെ കിട്ടൂ. അതുപോലെ നമ്മൾ ആദ്യമേ പെയിൻ പോയിന്റ്സ് ഒന്ന് അഡ്രസ്സ് ചെയ്ത് വെക്കുക. ക്രിയേറ്റീവ്സ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടീം എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്ന, ക്രിയേറ്റീവ്സ് ഒക്കെ നല്ലതാണോ, വീഡിയോസ് ഉണ്ടോ, ഇമേജസ് ഉണ്ടോ, ചെയ്യുന്ന ഇമേജസ് ഒക്കെ എങ്ങനെയുണ്ട്. അവരൊക്കെ പറയും സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെയല്ല, നിങ്ങളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് പറയുക, ഐ ഡോണ്ട് തിങ്ക് ദീസ് ക്രിയേറ്റേഴ്സ് ആർ ഗുഡ്, അല്ലെങ്കിൽ എനിക്ക് ഈ ക്യാപ്ഷൻ ഒന്നും നല്ലതാണെന്ന് തോന്നുന്നില്ല, ഈ വെബ്സൈറ്റ് നല്ലതാണെന്ന് തോന്നുന്നില്ല. അപ്പം ഈ ഇഷ്യൂസ് ഒക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 70% നമ്മൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ആ മണി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് സിസ്റ്റത്തിന് വിടുക. ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. എല്ലാത്തരം ടെസ്റ്റിങ്ങും ചെയ്യണം, പക്ഷെ നമ്മളൊന്ന് ഇരുന്ന് ആലോചിക്കുക, ഇപ്പോൾ ഈ തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഇതിന് റിസൾട്ട് കിട്ടുമോ, എന്നിട്ട് സിസ്റ്റത്തിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. നമ്മൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് കൊടുക്കുക, അല്ല, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ എൻ്റെ ഒരു അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിന് ഞാനൊന്ന് ചെറിയ രൂപത്തിൽ പറഞ്ഞത്, ഇപ്പൊ നമ്മളൊരു ബിസിനസിന്റെ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പേഴ്സ്പെക്റ്റീവിലാണ് പറഞ്ഞിട്ട്, പെയ്ഡാഡിന്റെ പേഴ്സ്പെക്റ്റീവിലല്ല. കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താ വെച്ചാല്, കസ്റ്റമറിനോട് സോറി ഈ കമ്പനിയുടെ ഉടമയോട് ചോദിക്കും, നിങ്ങൾ എന്താണ് കച്ചവടം, നിങ്ങൾ എങ്ങനത്തെ കസ്റ്റമറാണ് ആഗ്രഹിക്കുന്നത്, എവിടെയാണ് നിങ്ങളെ കച്ചവടം ഉള്ളത്, ഏത് സ്ഥലം വരെ നിങ്ങൾ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഈ ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ് ഉണ്ടോ. ഈ എല്ലാ കാര്യം ഞാൻ ആദ്യം ഒന്ന് മനസ്സിലേക്കുണ്ട് എക്സ്ട്രാക്ട് ചെയ്യും ഈ ഫൗണ്ടറുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇവരുടെ മാർക്കറ്റിങ്ങിന് ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ പഠിച്ചാൽ നമ്മൾ ആദ്യം ഒരു ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പറയുന്ന പെർസോനകളെ നമ്മൾ വ്യത്യസ്തമായ പെർസോനകളെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഇപ്പൊ നിത്യയും ഷെബിനും പറഞ്ഞ ഈ വിഷയത്തിനോട് യോജിച്ചതാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മെറ്റയുടെയും ഗൂഗിളിന്റെയും ഒന്നും പേഴ്സ്പെക്റ്റീവിലല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന എന്താണോ ഈ കസ്റ്റമർക്ക് ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സ്റ്റേജ് ഓഫ് അക്വിസിഷൻ ആണ് നമ്മൾ മനസ്സിൽ കാണുന്നത് ഈ കസ്റ്റമറിനെ, ഈ ഒരു പോയിന്റിൽ നമ്മൾ ക്രിയേറ്റീവ് കൃത്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റേജുകൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ അവർ തരുന്ന സർവീസുകളുടെ സഹായത്തോടു കൂടി നമുക്കത് പുഷ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു തോന്നലാണ്. നിങ്ങളെ കാഴ്ചപ്പാട് എന്താണ് അതിൽ നിന്നുള്ളതും കൂടി പറഞ്ഞു. കറക്റ്റ് ആണ് അത്. അങ്ങനെ ഞാൻ ചിന്തിക്കണം, ഞാൻ എപ്പോഴും അപ്പൊ എന്നോട് ചില സ്ഥലത്ത് നിന്ന് ദേഷ്യം പിടിക്കും ആൾക്കാർ, നിങ്ങൾ എന്തിനാണ് ഇത്രത്തോളം കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കണമെന്ന്, ആൾക്കാരുടെ ഇടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചോദിക്കണമെന്ന രീതി. അപ്പൊ ഞാൻ പറയും, നിങ്ങളൊന്ന് ക്ഷമിക്കും, കാരണം എന്താ വെച്ചാൽ ഞാൻ ചോദിക്കണതിനൊരു കാരണമുണ്ട്. അവസാനം അവർ പറയുമോ സമാധാനമായി, കാരണം ഇത്രത്തോളം ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ശരിക്കും ഞങ്ങളെ പഠിക്കണത് ഞങ്ങൾക്കൊരു നന്മക്ക് വേണ്ടിയിട്ടാണെന്ന് അവസാനമാണ് ബോധ്യപ്പെടുന്നതെന്ന് മനസ്സിലാവും. അത് നിങ്ങളും കൂടി പറയുമ്പോൾ സന്തോഷമുണ്ട്, കാരണം അങ്ങനെയാണ് വലിയ കമ്പനികളൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഇപ്പൊ അടുത്തൊരു ആ കമ്പനിയെ ഞാൻ ഓർക്കുന്നില്ല, ഒരു ഇൻവിസ് അലൈനർ എന്ന് പറയുന്ന ഈ പല്ലിന് ക്ലിപ്പ് ഇടുന്ന ഒരു കമ്പനി ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും പേര് കേട്ട ഒരു സ്റ്റാർട്ടപ്പ് ആണത്. അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ പേര് ഓർമ്മയില്ല. അവര് ഈ ഗ്രോത്ത് പാർട്ട്ണറും ഗൂഗിൾ പേന്റെ ഗ്രോത്ത് പാർട്ട്ണറും കൂടി ഒരിക്കൽ എന്നെ വിളിച്ചിരുന്നു, കഴിഞ്ഞ ആഴ്ച അല്ല 10 ദിവസം മുന്നേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ആശയം എടുത്തൊന്ന് പുറത്ത് ഇട്ടേക്ക് ഇവർ എന്നോട് പറഞ്ഞ്, കൃത്യമായിട്ട് ലത്തീഫ ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്, 100, 200, 300 ക്രിയേറ്റീവ് ഞങ്ങൾ റെഡിയാക്കി വെക്കും, ഓരോ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് ഞങ്ങൾ ഇത് പുഷ് ചെയ്യാൻ. ഇപ്പൊ ഷെബിൻ പറഞ്ഞപ്പോ നിത്യയും ആ കാഴ്ചപ്പാടിനോട് യോജിപ്പ് എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഷെബിൻ പറഞ്ഞപ്പോ എനിക്കതിൽ സന്തോഷമുണ്ട്, കാരണം വലിയ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് പ്ലാറ്റ്ഫോമുകളിലും എന്ന് മനസ്സിലാക്കിയത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ സലീമ ഈ വിഷയം കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവുള്ളൂ. നിങ്ങൾ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞത്
സാങ്കേതിക കാര്യങ്ങളാണ്. അത് നിത്യ പറഞ്ഞൊരു പോയിന്റിന് അവിടെ യോജിക്കണം. കാരണം സമയം സിസ്റ്റത്തിനും കൊടുക്കണ്ടേ. എങ്ങനത്തെ ആളെയാണ് ഇപ്പൊ ഇവൻക്ക് വേണ്ടി എന്നുള്ളത് ഇയാൾ പഠിക്കണ്ടേ. നമ്മളും പഠിക്കണം, അബ്ദുള്ള, അവരും എനിക്ക് പഠിക്കണം. സോറി, ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് വന്നത്, ഇപ്പം നേരത്തെ മുന്നേ ഉള്ള സൺഡേ ചർച്ചകളിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നവരോടാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്ലയൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് മാത്രം നമ്മൾ ഒരിക്കലും ആ പ്ലാറ്റ്ഫോമിനെ കാണരുത്. അതായത് ഇപ്പം ഡെയിലി അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സും മെറ്റയാണെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെങ്കിലും അതിനകത്ത് ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള വലിയ ബ്രാൻഡും വലിയ ജയൻസും അതിനകത്ത് ആഡ്സ് റൺ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഒരു 1,00,000 സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ റൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആഡ് ബഡ്ജറ്റ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ബിഗ് ബ്രാൻഡ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ബേസിക്കലി ആരെയായിരിക്കും അവിടെ മെയിനായിട്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാൻ പോകുന്നത് ആരുടെ ബിസിനസ് മോഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ചിന്തിച്ചു നോക്കി. കൂടുതൽ പൈസ ചെലവാക്കണവർക്ക് ആണല്ലോ പ്രാധാന്യം സാധാരണഗതിയിൽ അതായത് ബിസിനസ്സിന് അവിടെ കൊടുക്കേണ്ടത്. കൂടുതൽ അതെ, അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ കൂടുതൽ പൈസ കൊടുക്കുന്നവർക്ക് കൂടുതൽ റിസൾട്ട് എന്നുള്ളതല്ല, വലിയ ബ്രാൻഡുകൾക്ക് അവിടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ഓക്കെ, ഈ പ്രോസസ്സിനോട് അലൈൻ ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മുടെ ഈ പറയുന്ന പ്രോഡക്റ്റ് അവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. പിടികിട്ടിയോ? ഇപ്പം ഞാനിപ്പോൾ എനിക്ക് 2 ആഴ്ച മുന്നേ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്നാപ്ചാറ്റിന്റെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനകത്ത് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടോ. അപ്പം എന്റെ ഡയറക്ട് ഞാൻ മാനേജറാണ്. കണ്ടിക്കണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മള് ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ, അപ്പൊ ചിലവരെന്തൊക്കെ വാട്സപ്പിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ എന്തോ ഒരു വാചകം കണ്ട് വേറൊന്നും കൃത്യമായിട്ട് അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതെ, ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പം എന്റെ ഡയറക്റ്റ് ഇപ്പം ഞാനും നിത്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു, വെബ്ഡോറിയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ളതുപോലെ ഇവിടുത്തെ എൻ്റെ ഡയറക്റ്റ് മാനേജറാണ് അപ്പം സ്നാപ്ചാറ്റിന്റെ ഫീച്ചേഴ്സ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കാൻ പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വർക്ക് ചെയ്യുന്ന KFCയുടെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഫേസ് ചെയ്യുന്ന പെയിൻ പ്രോബ്ലംസിനാണ് നമ്മൾ മെയിനായിട്ട് അവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. പിടികിട്ടിയോ? അപ്പോൾ KFCയും അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾക്ക് അവരുടെ മാർക്കറ്റിംഗ് ടീം എന്തൊക്കെ ചലഞ്ചസ് ആണോ ഫേസ് ചെയ്യുന്നത്, അത് ഈസി ആക്കാനായിട്ടായിരിക്കും നമ്മളെ ഈ പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഒരു ബെഞ്ചിനകത്തും ഇങ്ങനത്തെ കോൺവെർസേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഒരിക്കലും അവിടെ ഒരു പർട്ടിക്കുലർ സിറ്റിയിൽ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ തൃശ്ശൂർ മാത്രം, അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. അവർക്ക് മാക്സിമം ആൾക്കാരെ അവർക്ക് അപ്പോയിൻമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്. ഇവർക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറിനെ ആരും അവിടെ റെക്കമെൻഡ് ചെയ്യത്തില്ല. പകരം അറ്റ്ലീസ്റ്റ് ഒരു സൗത്ത് ഇന്ത്യ ലെവലിൽ സ്കെയിൽ ചെയ്യാൻ നോക്കുന്ന ഒരു ബിസിനസ്, അവർക്ക് മാക്സിമം പൊട്ടൻഷ്യൽ ആയിട്ട് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റണം. അതിനെന്ത് ഫീച്ചറാണ് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത്? ഇങ്ങനെയായിരിക്കും അവരും ചിന്തിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ലൊക്കേഷനിൽ മാത്രം നമുക്കൊരു റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ക്യാമ്പയിനിൽ മറ്റ് ജില്ലയിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് ലൊക്കേഷനിൽ നിന്നുള്ള റിസൾട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ട് മെറ്റ കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് എൻ്റെ ക്യാമ്പയിൻ വിജയിക്കുന്നില്ല. ഇങ്ങനെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബിഹേവിയർ ഇങ്ങനെയാണ്. ഇതിനെ നമ്മുടെ കയ്യിൽ വന്നേക്കുന്ന ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിനെ എങ്ങനെ അലൈൻ ചെയ്യാം, അപ്പം അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിനകത്ത് എടുക്കേണ്ട ഒരു അപ്രോച്ച്. അപ്പം ആദ്യം നിങ്ങൾ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, അല്ലെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബിഹേവിയർ എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ്സിനെ ഇതിനകത്ത് എത്രത്തോളം അലൈൻ ചെയ്യാനായിട്ട് പറ്റും, ഇപ്പോൾ പോകുന്ന പ്രോസസ്സിനെ എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ബിൽഡ് ചെയ്യേണ്ടത് ഒരു കാര്യം, അത് വളരെ ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്, ഒരു ഫണൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ ഈ ടോപ്പ് ഫണലിലാണോ, അല്ലെങ്കിൽ മിഡിൽ ഫണലിലാണോ, അല്ലെങ്കിൽ ബോട്ടം ഫണലിലാണോ, അവയർനെസ് ആണോ, കൺസിഡറേഷൻ ആണോ, അതോ കൺവേർഷൻ ആണോ, ഇതിലേത് ലെവലിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നത്, ഇതിലേത് ലെവലിനെയാണ് നിങ്ങളിപ്പോൾ നിലവിൽ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം കൺവേർഷൻ ലെവലിലാണെന്നുണ്ടെങ്കിൽ കൺവേർഷൻ ലെവലിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അപ്രോച്ച് എന്താണ്, അതിനകത്ത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, ഇത് പഠിക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സ്റ്റിൽ റിസൾട്ട് കിട്ടുന്നില്ല, അപ്പോൾ ഈ ബിസിനസ്സിന് മറ്റ് ഫണലിൽ നമുക്ക് എത്തേണ്ടത്രയും ഡേറ്റ നമ്മൾ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന മെറ്റാ ആഡ്സ് ചെയ്താലും ഗൂഗിൾ ആഡ്സ് ചെയ്താലും, ഇൻക്ലൂഡിങ് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഓർഗാനിക് മാർക്കറ്റിംഗ് ആണെങ്കിലും, മാർക്കറ്റിങ്ങിന് അവിടെ ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിനോട് നിങ്ങൾ അലൈൻ ചെയ്താണ് നിങ്ങളുടെ ക്യാമ്പയിൻസിനെ ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റോഡ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ പ്രോസസ്സിനോട് ഒട്ടും അലൈൻഡ് അല്ല. നമ്മൾ ഒരു ബെസ്റ്റ് പ്രാക്ടീസും ഫോളോ ചെയ്യാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു, ആ ക്യാമ്പയിൻ 2-3 മാസം റൺ ചെയ്തു, ഒരു റിസൾട്ട് കിട്ടുന്നില്ല. ഈ പോയിന്റിൽ നിങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അതിനെ തിരിച്ച് ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ. കാരണം അവിടെ കിട്ടിയേക്കുന്ന ലേണിംഗ് അടക്കം ഒരു ബെസ്റ്റ് പ്രാക്ടീസും ഫോളോ ചെയ്യാതെ ഒരു എന്താ പറയുക, ഒരു കറക്റ്റായിട്ടുള്ളൊരു ലേണിംഗ് അല്ല നിങ്ങൾക്ക് അടക്കം കിട്ടിയേക്കുന്ന അടക്കം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യാൻ പോകുന്നതും അത്ര പോസിറ്റീവായിട്ടായിരിക്കത്തില്ല.
Yeah. പിന്നെ ഇപ്പം ഈ കേരളമൊക്കെ വിട്ട് കുറച്ചുകൂടെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഇവിടെ പ്ലാറ്റ്ഫോമിന്റെ ഒരു, ഇപ്പോൾ നമ്മളിപ്പോൾ കോസ്റ്റ് പെർ ലീഡ് കുറച്ചു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ലീഡിനെ 50 രൂപയ്ക്ക് എടുക്കുന്നതോ ഇതൊന്നും അല്ല ഇവിടെ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ ഉള്ള ഒരു എലിജിബിൾ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എത്രത്തോളം ബെസ്റ്റ് പ്രാക്ടീസ് അറിയാം, ഈ ബെസ്റ്റ് പ്രാക്ടീസിന് നിങ്ങൾക്ക് എത്രത്തോളം ആ ബിസിനസ്സിനോട് അലൈൻ ചെയ്യിക്കാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അറിഞ്ഞുകൊണ്ട് ഓരോ റിക്വയർമെൻറ്റ് വരുമ്പോഴും അവിടെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും, ഓരോ കാര്യങ്ങൾ വർക്കൗട്ട് ആവാത്ത സമയത്ത് എങ്ങനെ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ലേണിങ്സും റെക്കമെൻഡേഷൻസും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡിമാൻഡിങ് ആയിട്ടുള്ള സ്കില്ല്. അവിടെ നേരത്തെ നിത്യ പറഞ്ഞത് വളരെ അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവിടെ സ്കില്ലുണ്ട്. ഷെബിൻ പറഞ്ഞ കാര്യത്തെ ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോളി. കാരണം നമ്മളെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റികളിലും വരുന്ന കൃത്യമായ ചോദ്യമാണ്, എനിക്ക് ഗൾഫിൽ ജോലി വേണം, എനിക്ക് വിദേശത്ത് പോകണം, എനിക്ക് ആ മാർക്കറ്റിംഗ് ഒന്നും കൂടി കൃത്യമായി പഠിച്ചാൽ ആഗ്രഹമുണ്ട്, പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എനിക്ക് കടക്കണം എന്നുണ്ട്. നിങ്ങൾ അത് നല്ല മനസ്സിലാക്കിക്കോളൂ. ഈ അദ്ദേഹം പറഞ്ഞ പോയിന്റിനെ വളരെ എന്താ പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത് സംസാരിക്കേണ്ട വിഷയമാണത്. കാരണം ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഏതെല്ലാം ലെവലില്, അതുപോലെ തന്നെ ബിസിനസ്സും ഏതെല്ലാം ലെവലിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും, ബെസ്റ്റ് പ്രാക്ടീസസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും, ബെഞ്ച് മാർക്കുകൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് പഠിക്കണം. കാരണം അത് ഈ ചർച്ച കേൾക്കുന്ന എല്ലാവരും, ഞാനത് ഇടപെട്ടത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ഇടപെടില്ല. കാരണം വാചകത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോളേണ്ടി. കാരണം എല്ലാവർക്കും വേണ്ടിയത് ആ വിവരമാണ്. അല്ലാതെ നിങ്ങൾ എത്രത്തോളം പൈസ കുറച്ചിരുന്നു, എത്ര ചെറിയ ക്യാമ്പയിനുകൾ ചെയ്തെന്നും വലിയ ക്യാമ്പയിൻ ചെയ്തെന്നും അവരത്ര മുഖവിലക്ക് എടുക്കില്ല. ഷെബിൻ ഇതിനകത്ത് തുടർന്നോളി. ഒന്ന് എടുത്തു പറയാനായിട്ടുള്ള, ഇപ്പൊ ഞാനിപ്പോ ഇത് സ്പെസിഫിക്കലി ഗൾഫിൽ എങ്ങനെയാണെന്ന് എനിക്ക് അത്ര എക്സാക്ട്ലി അറിയത്തില്ല. ഞാനിത് കുറച്ചുകൂടെ ഒരു UK മാർക്കറ്റിന്റെ ഒരു ബേസിലാണ്, അല്ലെങ്കിൽ ഒരു MNC കമ്പനികളിനകത്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇവിടെ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് ടൈപ്പ് കമ്പനിയിലാണ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ. ഇപ്പം ഒരു MNC റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ ജോലി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും അവിടുത്തെ സെർവ് ചെയ്യാൻ പോകുന്ന ക്ലയൻസും ഒരു അറ്റ്ലീസ്റ്റ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് ആയിരിക്കും. അവരെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ പ്രോസസ്സിനോട് അലൈൻ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവിടെ നോക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ലീഡ് കോസ്റ്റ് കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മാസം കൊണ്ട് ഇത്ര ലീഡ് ഡ്രൈവ് ചെയ്തു അല്ലെങ്കിൽ ലീഡ് കോസ്റ്റ് കുറച്ചു, ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് അല്ല അവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും. ഇനി നിങ്ങൾ നോക്കുന്നത് ഒരു ഇൻഹൗസ് ടീമാണ്, ചിലപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ തന്നെ നിങ്ങൾ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെയുള്ള ഇപ്പോൾ ഒരു ഗൾഫ് മേഖലയിലുള്ള റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഒരു ജോബ് കിട്ടാനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ലീഡ് ജനറേഷൻ അല്ലെങ്കിൽ ലീഡ് കോസ്റ്റ് കുറച്ചതും നിങ്ങൾ കൺവേർഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്തതും നിങ്ങൾ ജനറേറ്റ് ചെയ്ത റവന്യൂവും ആ കാര്യങ്ങൾ അവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് സ്ഥലത്തും രണ്ട് കോണ്ടെക്സ്റ്റ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു MNC ടൈപ്പ് കമ്പനി അങ്ങനത്തെ ഏജൻസികളിൽ കയറാനായിട്ടാണെങ്കിൽ ഈ പറഞ്ഞ ഏരിയയിൽ ഫോക്കസ് ചെയ്യുക. അവിടെ തന്നെ രണ്ട് സൈഡിൽ വന്നു കഴിഞ്ഞാലും എവിടെ പോയാലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ക്ലയൻറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ മനസ്സിലാക്കി ഈ കാര്യത്തിന് നമ്മൾ കൃത്യമായി ക്ലയൻറ്റിനെ അല്ലെങ്കിൽ ക്ലയൻറ്റ് ടീമിനെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്ന സ്കില്ലാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളതും ഏറ്റവും ആവശ്യമുള്ളതും അതുതന്നെയാണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ക്യാമ്പയിന് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ കാര്യം ക്ലയൻറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി പോകും. സംടൈംസ് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ബിസിനസ് മോഡലിനകത്ത് അടക്കം കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൺവിൻസിങ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സ്കില്ലുമാണ്. നമ്മളെല്ലാവരും മെറ്റയിൽ ആഡ്സ് റൺ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ കാര്യം മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സ്കില്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. ഇൻക്ലൂഡിങ് ഇപ്പോൾ റിസൾട്ട് കിട്ടാതെ വരുവാണെങ്കിലും അതിനൊരു റീസൺ നിങ്ങൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ആ പ്രോബ്ലം കഴിഞ്ഞു. ഇത് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രെസ് നിങ്ങൾ അനുഭവിച്ച് പോകേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ക്ലയൻറ്റ് വന്നിട്ട് ഒരാഴ്ചയിൽ 3-4 എഡിറ്റ്സ് വരുത്താൻ പറയുകയാണ്, ഒരു ദിവസം റിസൾട്ട് വന്നില്ലെങ്കിൽ അന്ന് തന്നെ വന്ന് അത് എഡിറ്റ് ചെയ്യണം എന്ന് പറയുമ്പം അത് നേരെ പോയി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുകയാണ്. എന്നാൽ അവിടെ നിങ്ങൾക്ക് ഈ ലേണിംഗ്
ലേണിംഗ് ഫേസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ലേണിംഗ് ഫേസിലെ ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്ന അവർക്കാണ്. ഇത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രോസസ്സ് അവിടെ ബിൽഡായി. ഇത്തരത്തിൽ വേണം നിങ്ങൾ ഇതിനെ അപ്രോച്ച് കൊണ്ടുപോകാനായിട്ട്. നിത്യയും ഞാനും ഈ വിഷയം ഒരു 2 ആഴ്ച മുന്നേ ദുബായിയുടെ ഒരു പേഴ്സ്പെക്റ്റീവിൽ സംസാരിച്ചിരുന്ന ഓർക്കുന്നുണ്ടോ നിത്യ? അതെ അതെ അതെ. ഇതേ കാര്യം ഇപ്പോ ഷെബിൻ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് ഞങ്ങൾ തമ്മിലൊരു ചർച്ച നടക്കുന്ന സമയത്ത് ഇത് പറഞ്ഞതാണ്. ഇത് നിങ്ങളൊന്ന് അതിന്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, ദുബായിലൊരു പേഴ്സ്പെക്റ്റീവിലും കൂടി പറഞ്ഞാൽ, അത് ഷെബിൻ പകുതിയോളം പറഞ്ഞു. അപ്പൊ ദുബായിയുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോളി. എന്നിട്ട് അതെ അതെ, ആസിഫിനെ ചോദ്യം ചോദിക്കാൻ അവസരം തരട്ടോ. ആസിഫ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും. ഇപ്പോൾ ഷെബിൻ പറയുന്ന കാര്യങ്ങൾ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റിലെ കാര്യങ്ങളാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഷെബിൻ പറഞ്ഞില്ലേ, നമ്മൾ മെറ്റയിലൊക്കെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് നമ്മൾ നോക്കണം എന്ന്. അങ്ങനെ ചിന്തിക്കണം ശരിക്കും ഇപ്പോൾ ഷെബിൻ പറഞ്ഞ കാര്യങ്ങൾ. അതായത് വേറെവർ വി ആർ, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ കമ്പനി ആയിക്കോട്ടെ, ഇൻഹൗസ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ചെറിയ ഏജൻസിയിലായിക്കോട്ടെ, ഇതൊന്നും വേണ്ട. നമ്മൾ ചിലപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാന്നിരിക്കട്ടെ, പക്ഷെ നമ്മളുടെ എൻഡ് ഗോള് ഇതല്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ വർക്ക് ചെയ്യുക. ഇന്ന് നാളത്തേക്ക് വേണ്ടി ഇന്നത്തേക്ക് വേണ്ടി പണിയെടുക്കാതിരിക്കുക. നമ്മൾ ആദ്യം അത് സെറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു MNC കമ്പനി അല്ല, പക്ഷെ ബട്ട് സ്റ്റിൽ എനിക്കൊരു 10 കൂടുതൽ ക്ലയൻസിനെ എനിക്ക് ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഞാൻ സിംഗിൾ ഹാൻഡഡ്ലി അത്രയും ബഡ്ജറ്റ്സും ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എന്തുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത്ര എക്സ്പോഷർ കിട്ടും. ഈ ദുബായ് മാർക്കറ്റിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റും. പലതരം ഇൻഡസ്ട്രീസിൽ നമുക്ക് ഒരു ഇഷ്യൂ വന്നാൽ ഇതും കൂടെ ഉണ്ട്. ഇപ്പോൾ ഷെബിൻ പറഞ്ഞ സ്റ്റഡീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ്, ഇത് ഇപ്പം 7 വർഷം ഈ ഫീൽഡിലായിട്ട് പോലും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഇനി നിങ്ങളെങ്കിലും ഒക്കെ, ഞാനിപ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. ഓക്കെ, ഞാൻ 10 വട്ടം ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു. ആ പാറ്റേൺ നമ്മൾ നോട്ടീസ് ചെയ്യുക, നമ്മൾ തന്നെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക ആ തെറ്റ്. ഇപ്പം സാറ് പറഞ്ഞ ക്ലൈൻറ്റ് കമ്മ്യൂണിക്കേഷൻ്റെയും പിന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ്റെയും കേസ്, നമ്മൾ എവിടെ പോയാലും അൺലെസ് ആൻഡ് അൺടിൽ നമ്മൾ അത്ര സെറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ചെന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ കമ്പനിക്കോ ക്ലയൻസിനോ മനസ്സിലാവുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ അനലൈസ് ചെയ്യാൻ അറിവ് വേണം. നമ്മൾ തുടക്കത്തിൽ തന്നെ ക്ലയൻറ്റിനെയും നമ്മുടെ സൈഡിൽ കൊണ്ടുവരിക. അതുപോലെ നമ്മളുടെ ടീംമേറ്റ്സ്, ഇപ്പം നമ്മുടെ ഇൻഹൗസ് ടീമാണെങ്കിൽ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ക്രിയേറ്റീവ് ടീമിന് പോലും മനസ്സിലാവില്ല. എന്തിനാണ് ഞാൻ ഈ 3 എഡിറ്റ് കൊടുക്കുന്നതെന്ന് ക്രിയേറ്റീവ് ഹെഡിനോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ചെയ്യുന്ന ഡിസൈനർക്കോ മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ക്ലയൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഈ കളക്റ്റീവ് ഗോളാണ്. ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നിങ്ങളുടെ ഹൈറാർക്കിയിൽ ഇത്തിരി മുന്നോട്ട് പോകുമ്പോൾ വരുന്നൊരു കാര്യമാണ്. ഇന്ന ജോലി നിന്റെയും കൂടെ ജോലിയാണെന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ക്രിയേറ്റീവില് ചില സമയത്ത് എനിക്ക് ഷെബിൻ അത് ഓർമ്മയുണ്ടാവും. നമ്മൾ പണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ടീമിനും കുറച്ച് കണ്ടന്റ് ടീമിനൊക്കെ നമ്മൾ ചില പെർഫോമൻസ് റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. അതായത് നിങ്ങൾ ചെയ്ത ക്രിയേറ്റീവ്സിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത് ഈ ക്രിയേറ്റീവാണ്. അതുപോലെ ഇടയ്ക്കൊക്കെ ഞാനിവിടെ ഹിന്ദിയിൽ, നമ്മുടെ ടീംമേറ്റ്സ് കുറച്ച് പേരൊക്കെ ഹിന്ദിക്കാരാണ്. അവരോട് ഞാൻ പറയുന്നതാണ്, ക്ലയൻറ്റ് വിളിക്കുമ്പോൾ അവരെന്നെ കളിയാക്കും, ഓ ബട്ടർ ലഗാത്തി ഹെ നിത്യാന്ന്. ഞാൻ ബട്ടർ ഇടുന്നതല്ല. ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ക്ലയൻറ്റ് നമ്മുടെ സൈഡിലാണ്, നമ്മൾ ഒന്നും പേടിക്കണ്ട. ചിലപ്പോൾ ക്ലയൻറ്റിനോട് ഞാൻ പറയും, ഓക്കെ എനിക്ക് ഈ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരോട് പറയും, ഇല്ല നടക്കത്തില്ല, നിങ്ങൾ ഇനിയിപ്പോൾ എന്തോ പറഞ്ഞാലും ഞാൻ ചെയ്യത്തില്ല. അഥവാ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ആയിട്ടൊരു ഇമെയിൽ അയക്കും, ഇഫ് ദിസ് എഡിറ്റ് ഹാസ് ടു ബി മെയ്ഡ്, ഇത്രയും ടൈം എടുക്കും ലേണിംഗ് നടക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും ടൈം എടുക്കും ഇനി റെസ്പോൺസ് വരാൻ വേണ്ടിയിട്ട്, ഇത്രയും ടൈം എടുക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും പറയത്തില്ല. ഫസ്റ്റ് തിങ് ഇസ് നമ്മളുടെ ട്രസ്റ്റ് ക്ലയൻറ്റിനും കിട്ടുക, ബാക്കി നമ്മുടെ ടീംമേറ്റ്സിനും നമ്മളുടെ കഴിവിലൊരു വിശ്വാസം ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, പ്ലാറ്റ്ഫോമിനെ പറ്റിയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും നമുക്കൊരു ഐഡിയ ഉണ്ടാവുക. ബാക്കിയൊക്കെ ആ വഴിയിൽ വന്നോളും. ഞാനും നമ്മുടെ സാറും കൂടെ സംസാരിച്ചത് ഈ കാര്യത്തെ പറ്റിയാണ്. നമ്മൾ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ചിലപ്പോഴൊക്കെ ഇതും കൂടെ ഒന്ന് സൈഡിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കരിയറിൻ്റെ ആ ഒരു പാത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. ഇടയ്ക്കൊക്കെ താഴെ വീഴും, ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും നമ്മുടെ കോർ സ്ട്രെങ്തുകളൊന്നും നമ്മളെ വിട്ട് പോകാൻ പോകുന്നില്ല.
അതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ എല്ലാം സെറ്റ് ആയിക്കോളും. ഇപ്പോൾ മിസ്റ്റർ സലീം പറഞ്ഞ കാര്യമാണെങ്കിലും എനിക്കറിയില്ല, ആ പുള്ളിയെ എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ പുള്ളി പറഞ്ഞു തുടങ്ങിയ ഒരു രീതി ഉണ്ടല്ലോ, ദ വേ ഹി കമ്മ്യൂണിക്കേറ്റഡ്, അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നു. അതാ സത്യമാണ്, അത്തരത്തിലുള്ളൊരു സത്യമാണ്. അപ്രോച്ച്. അതെ അതെ. ഇപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ പലരെയും കാണാറുണ്ട്. നമ്മൾ തിരക്കായിട്ടിരിക്കുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് അവിടെ കയറി എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, പക്ഷെ പറ്റാറില്ല. ഇന്ന് തന്നെ എനിക്ക് ശരിക്കും പറ്റുമെന്ന് തോന്നിയതല്ല. ഞാൻ കുഞ്ഞിനെ അതനുസരിച്ച് ഉറക്കി കിടത്തി ഈ 1/2 മണിക്കൂർ എങ്ങനെയും കയറാമെന്ന് വിചാരിച്ച് ഞാൻ കയറിയതാണ് ഈ മീറ്റിംഗിൽ. അല്ല അല്ല, അപ്പം അത് വളരെ ഷെബിനായാലും ഷെബിന് ഇപ്പൊ UK ടൈമിലാണ് സംസാരിക്കുന്നത്. ശരിക്കും അതെ ഇതൊരു അതെ. കമ്മ്യൂണിറ്റിയുടെ ഒരു പവറാണത്. ഇത് നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒന്നും കൂടിയും കൺസ്ട്രക്റ്റീവായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും തിളങ്ങുന്ന ടാലന്റ് ഇവിടുന്ന് പുറത്തിറങ്ങും. ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഇവിടുത്തെ ഈ സാഹചര്യത്തെ, കാരണം നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇത് നിത്യ പറഞ്ഞു, എൻ്റെ മകന് ഹോസ്പിറ്റലിലാണ്, അവനക്ക് ആസ്മയാണ്. അവന് പിന്നെ 2 പ്രാവശ്യം നെബുലൈസേഷൻ കഴിഞ്ഞപ്പോഴും ഞാൻ ഇവനോട് എന്താണ് അവന്റെ പേര് ഞാൻ ഓർക്കണില്ലല്ലോ, ഇതിന്റെ കോർഡിനേറ്റർ വ്യക്തിയോട് അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ചർച്ച വെക്കാതിരിക്കണ്ട. കാരണം എന്താ വെച്ചാൽ അതൊരു തരത്തിലൊരു മനസ്സിന് റിലാക്സിംഗ് ആണ്. കാരണം കുറെ ആൾക്കാരെ കാണാ, സംസാരിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക. സലീമിനോട് ഞാൻ അത് സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ സലീമിന് ആ സംസാരത്തിൽ ഞാനൊരു കഴിവ് കാണുന്നുണ്ട്. ആ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യണതിൽ, അതിനെ കീറി മുറിക്കുന്നതിൽ ഷെബിൻ അതിന് കൃത്യമായ ഉത്തരം കൊടുത്തു, നിത്യ ഉത്തരമായി കൊടുത്തു. ഇനി സലീം അത് രീതിയിലാക്കുക, സലീമിന്റെ ആ ഒരു കഴിവിന് 10x സലീമിനത് ബൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ കഴിവ് ഈ സംസാരിക്കാൻ പറ്റുന്ന കഴിവാണ്. ഇപ്പൊ ബട്ടർ ലഗാത്ത എന്ന് നിത്യ പറഞ്ഞ്, ബട്ടർ കൊടുക്കേണ്ടി വരും കസ്റ്റമർക്ക്. ബട്ടർ കൊടുക്കാതെ എങ്ങനെ കാര്യം നടക്കുക? ചില സമയത്ത് കസ്റ്റമർ ചൂടാവുമ്പോ ബട്ടറും പിന്നെ ഗീ വെച്ച് കൊടുക്കേണ്ടി വരും, എന്നാലേ കസ്റ്റമർ ഒതുക്കി കിട്ടുള്ളൂ. കസ്റ്റമർ ഒതുക്കി അതാണ് കിട്ടിയാലേ സർ ഞാൻ നമുക്ക് പറഞ്ഞത്. രക്ഷയുള്ളൂ. ആ ഈ ബട്ടർ ബട്ടർ ലഗാത്ത എന്ന് ലഗാത്ത പറഞ്ഞ എന്ന് കൃത്യമായ ആൾക്കാരാണ്. നിർവചനാണ്. അതെ അതെ, ബട്ടർ അതിനകത്ത് ലഗാത്തേന്ന് പറഞ്ഞ ആൾക്കാരാണ് എന്നോട് ഈ ആ നമ്മൾ ചെന്ന സമയത്ത് നമ്മളെ അത്ര വിലയൊന്നും ഉണ്ടാവില്ല ഇവിടെ. അത് ചിലയിടത്തുണ്ട്, ആ നമ്മുടെ ഒരു അപ്പിയറൻസിലും അല്ലെങ്കിൽ നമ്മള് പ്രത്യേകിച്ച് മലയാളികൾക്ക് വിലയില്ല. അത് എനിക്കറിയില്ല എല്ലായിടത്തും എങ്ങനെയാണെന്ന്. പണിയെടുക്കാൻ നമ്മളും ഷോ മലയാളികൾക്ക് കാണിക്കാൻ. വിലയില്ലാന്ന് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. മലയാളികൾക്ക് അല്ലല്ല, വിലയില്ലാന്നതല്ല ചിലയിടത്ത്. എനിക്ക് അല്ല സർ, ഈ അല്ലല്ല, ഞാൻ മെജോറിറ്റി ഉണ്ടല്ലോ. മനസ്സിലാക്കണ എങ്ങനെയാണെന്നറിയോ, ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ്, ഗൾഫ് രാജ്യങ്ങൾ ഇട്ട, ഉം ഞാൻ അവിടെ പഠിച്ചു വളർന്നത് കൊണ്ട് എനിക്ക് തോന്നിയ പറയാണ്, നമ്മൾ ഉം മൾട്ടി ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ അതെ. ലേശം അറബി, കുറച്ചധികം ഹിന്ദി, കൊഞ്ചം തമിഴ്, കർണാടക പറഞ്ഞ കുറച്ച് മനസ്സിലാവുക. ഈ അവസ്ഥയാണെങ്കിൽ നമുക്ക് ബഹുമാനം കിട്ടും. അതല്ല ഞാൻ അതെ അതെ അഡമന്റ് അതെ. ആണ്, ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ എന്നല്ല, പിന്നെ അടിയിൽ നിന്ന് ബട്ടർ ലഗാത്ത എന്നും പലതും പറയും. കേൾക്കന്നെ വേണ്ടി വരും. കാരണം ഞാൻ സ്ഥിരം കേട്ടിരിക്കുന്ന ഒരു അനുഭവം ആയതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല സർ, തുടക്കത്തിൽ നമ്മളെ ഇങ്ങനെ കളിയാക്കിയ ആൾക്കാരൊക്കെയാണ് അവര്. ഇപ്പൊ നമ്മളൊക്കെ SEO സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് SEO കുറച്ചൊക്കെ അറിയാം. അപ്പൊ നമ്മുടെ ടീമിലുള്ള വേറൊരു പയ്യന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ തന്നെയാണ്, അവൻ SEO എന്താന്ന് കൂടി അറിയില്ല. അപ്പൊ ഒരു മലയാളി തന്നെ ക്ലയന്റ് സൈഡിൽ വന്നിട്ട് പുള്ളി ഒരു മീറ്റിംഗ് എടുത്തിട്ട് എല്ലാരും എടുത്തിട്ട് അങ്ങ് പൊരിച്ചു. ഈ പയ്യൻ എന്താ പറയണ്ടെന്ന് അറിയില്ല. അപ്പൊ എനിക്കങ്ങ് സന്തോഷവും വന്നു, എന്നാ സങ്കടവും വന്നു. നമ്മുടെ ടീം നമ്മുടെ ക്ലയന്റ് ആണല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ. അവിടുത്തെ ഒരു POC, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് ഇയാള് ഒരു 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഫ്രണ്ട് എന്നെ ഇങ്ങനെ ഇത് ചെയ്യാണ്, ഒന്ന് കേറ്, ഒന്ന് മീറ്റിംഗിൽ കയറി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ പറയട്ടെ, ചിലയിടത്ത് നമ്മൾ അങ്ങനെ എന്തിനാ ചെല്ലുന്നേ, ഇവനായിട്ട് എന്നോടൊന്ന് പറയട്ടെ കേറാന്നുള്ള രീതിയിൽ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അപ്പൊ പുള്ളി നമ്മുടെ എനിക്ക് മെസ്സേജ് മറ്റേ ചെയ്തു. സിനിമയില്, ദിലീപിന്റെ സിനിമയില് പറഞ്ഞ പോലെ, അവൻ എന്നോട് ചോദിക്കട്ടെ അപ്പൊ ഞാൻ കൊടുക്ക എന്ന് പറഞ്ഞ പോലെ. അതെ അതെ, ഞാൻ വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ ഇരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു. അപ്പൊ ഈ പയ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തു, നിത്യ ക്യാൻ യു പ്ലീസ് ജോയിൻ ദ കോൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ മീറ്റിംഗിൽ കയറിയിട്ട് പുള്ളിയോട് സംസാരിച്ചു. അതായത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഞങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, കാർത്തിക് സാറിനൊക്കെ ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്ത് സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ജൂനിയേഴ്സിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഡെയിലി ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഈ കീവേഡിനെ റാങ്ക് ചെയ്തെടുത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളുടെ എഗ്രിമെന്റിൽ 25 കീവേഡ് നിങ്ങൾക്ക് റാങ്കിങ് വേണം, 25-ന് പകരം ഇപ്പൊ 100 കീവേഡ് റാങ്കിങ് ഉണ്ട്, കൃത്യമായ ട്രാഫിക് വരുന്നുണ്ട്. ഇതല്ലേ നിങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്. ഇതിനകത്ത്
ഒരു ഷെഫിനോട് പോയിട്ട് നിങ്ങൾ എന്ത് റെസിപ്പിയാ ചെയ്തേ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സീക്രട്ട് ടിപ്പ് എന്താന്ന് ചോദിക്കാറുണ്ടോ നിങ്ങൾ? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളോട് ഇതും ചോദിക്കണ്ട. ആ ഒരു ഒറ്റ ഉത്തരത്തില് ആ മീറ്റിംഗ് അവിടെ കൺക്ലൂഡ് ആയി. ചില സമയത്ത് നമ്മൾ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ ഇങ്ങനത്തെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ട് നമ്മളെ ആ കമ്പനിക്ക് വേണം, അതും ചിന്തിക്കണം. ഏതേലും ഒരിടത്ത് നമ്മളെ അവർക്ക് ആവശ്യം ആയിരിക്കണം, എങ്കിലേ അവിടെ നിലനിൽപ്പുള്ളൂ. അല്ല തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പകരം പോയിന്റാണ്. നമ്മളെ പോലെ ചെയ്യാൻ കഴിവുള്ള 10 പേരുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം എന്താ അവിടെ? ഞാനിപ്പോ ഒരു 3 ദിവസം ഒരു ടൂറ് പോയി വന്നപ്പോ അവിടെ ഫുൾ അലങ്കോലം. എനിക്ക് ശരിക്കും ഇന്നർ മൈൻഡിൽ എനിക്ക് സന്തോഷമായി. തുടക്കത്തിൽ നമുക്ക് വലിയ വിലയൊന്നും തരാത്തവർ, അയ്യോ നമ്മള് പോയപ്പോ ഇവിടെ ഒന്നും നടക്കണില്ല, അത് അവര് റിയലൈസ് ചെയ്യട്ടെ. അങ്ങനെ വേഗം മാനേജർ പോസ്റ്റ് മേടിച്ചോളി. ഏയ് നിങ്ങൾ ഏത് പോസ്റ്റുള്ള വെച്ചാലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പിന്നെ മാനേജർ പോസ്റ്റ് ഒക്കെ ഇൻക്രിമെന്റ് തരാൻ തന്നെ, പറയും. പക്ഷെ മാനേജർ പോസ്റ്റ് ഒക്കെ തന്നെ, പദവി മാത്രമേ ഉള്ളൂ. പ്രതിഫലം വേഗം അങ്ങോട്ട് ഇൻക്രിമെന്റ് തരാൻ കൂടണില്ലെന്നേ ഉള്ളൂ. അതെ അതങ്ങനെ അതെ കൂടി അതെ. തരാൻ പറയും, കൂട്ടി തരാൻ പറയും. ഷെബിന് ഇപ്പൊ അയ്യോ അങ്ങനത്തെ ലെവലിലൊക്കെ ആയിണ്ടാവില്ല. ഇവിടെ കുറച്ചായില്ല പോയിട്ട്, ഒരു കൊല്ലായ? ഒരു കൊല്ലം ആയിട്ടില്ല, ഒരു കൊല്ലം 6 മാസമായിട്ടേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞല്ലേ? ഷെബിൻ വെള്ളം പോലാ, വെള്ളമാണ്, വെള്ളത്തിന്റെ കൂടെ ഒഴുകി പൊക്കോളും, ഒന്നും പേടിക്കേണ്ട അതായിക്കോളും. കാര്യമില്ല. ഷെബിന് കുറച്ചുകൂടി കഴിഞ്ഞ് അവിടെ മാനേജറൊക്കെ ആവും. നോക്കാം, ഒരു കൊല്ലം കഴിയട്ടെ. അതെ, മാനേജർ സന്തോഷ വാർത്ത ലിങ്ക്ഡിനിൽ അറിയിക്കാം. ലിങ്ക്ഡിനല്ല, ഞങ്ങക്ക് ചെലവ് തരും വേണം, വെറും ലിങ്ക്ഡിന് മാത്രം പോരാ. അതെ, എല്ലാരും ടവർ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോരും, അവിടുത്തെ പെട്ടിക്കട കാണും ഞാൻ. അത് രസമായിട്ടുണ്ട്. അതിപ്പോ ഇന്നലെ ഇവന്റെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു, ഹംസദിന്റെ. അപ്പൊ കല്യാണത്തിന് പോയപ്പോ ആരോ ചെലവ് വേണം പറഞ്ഞേക്ക് ഹംസദ് പറയുന്നുണ്ട്, എന്നാ നമുക്കൊരു തൃശ്ശൂർ വെച്ചൊരു മീറ്റപ്പ് ആവാന്ന്. അഭിനവേ ഒന്ന് ചൂടാക്കിക്കോ, എന്നാ ഒന്നുമില്ലെങ്കിൽ ചെലവെങ്കിലും കിട്ടും. ഒന്ന് ചെലവുണ്ട് മേടിക്കാം, ഓന്റെ സ്പോൺസർഷിപ്പിന് കാര്യം നടത്താം. ആസിഫ് കുറച്ചു നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചോദിച്ചോളൂ ആസിഫ്. ഹായ് ഓൾ. ആക്ച്വലി ഞാൻ ചോദ്യം ചോദിക്കാനല്ല, ഷെബിൻ പറഞ്ഞ കാര്യത്തിന് ഒന്ന് എന്താ പറയുന്നത്, ഒരു ആഡ് ഓൺ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഷെബിൻ പറഞ്ഞൊന്ന് സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ, ഒബ്വിയസ്ലി ഈ പറഞ്ഞ ഞങ്ങളൊരു എന്താണ് ഗ്രോത്ത് പാർട്ട്ണറിങ് ഏജൻസിയാണ്. അപ്പോ അതായത് ഗ്രോത്ത് ഓപ്പറേറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ SMBs അക്രോസ് ദ ഗ്ലോബ്. നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ US, UK, ഓസ്ട്രേലിയ സൈഡിലുള്ള കമ്പനീസുമായിട്ടാണ്. അപ്പോൾ പലയിടത്തും ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസ് എന്ന് പറയുന്നത് 90% വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഏജൻസി തേച്ചൊട്ടിച്ച് മതിലൊട്ടിച്ച ടീംസ് ആയിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എല്ലാം കണ്ടുവരുന്ന ഒരു കോമൺ പാറ്റേൺ ആണ്, ക്ലയന്റിന് ആരും എന്താ വേണ്ടേ എന്നുള്ളത് കാര്യം പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യം ഷെബിൻ പറഞ്ഞു, നിത്യ പറഞ്ഞു, അത് കറക്റ്റായിട്ട് അത് പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പലയിടത്തും സംഭവിക്കുന്ന ഇതാണ്, ഒബ്വിയസ്ലി ഇതിന്റെ സെയിൽസിന്റെ ആളോ അല്ലെങ്കിൽ ഹൂഎവർ ഇറ്റ് ഇസ് BA ആരാന്ന് വെച്ചാൽ റിക്വയർമെന്റ് ഗ്യാദർ ചെയ്യുക, അതിലൊന്നും ഈ പറഞ്ഞ ടീം മെമ്പേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്കതിൽ ആഡ് ഓൺ ചെയ്യാനുള്ളത്, പല കമ്പനികളും അല്ലെങ്കിൽ ഏജൻസീസ് ആയിക്കോട്ടെ, സ്മോൾ കമ്പനീസ് ആയിക്കോട്ടെ, അവരാരും ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റംസോ പ്രോസസ്സസോ പ്രോപ്പർ ആയിട്ടുള്ള SOPയോ ഒന്നും ഉണ്ടാക്കാറില്ല. ഇപ്പൊ നിത്യനോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു കമ്പനിയിൽ ചോദിക്കുകയാണ്, ആ SOP ഉണ്ടാക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിത്യ എന്ത് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ നിത്യ ആസ് എ പെർഫോമൻസ് മാർക്കറ്റിംഗ് പേഴ്സൺ എന്ത് ചെയ്യും എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കണം അവിടെ SOP ബിൽഡ് ചെയ്യേണ്ടതും ആ SOPക്ക് അനുസരിച്ച് ആ സിസ്റ്റത്തിലേക്ക് ക്ലയന്റിനെ കൊണ്ടുവരേണ്ടതും. അല്ലെങ്കിൽ ഒരുമാതിരി നമ്മുടെ എല്ലാ ക്യാമ്പയിൻസും എല്ലാ ക്ലയൻസും ഒരുമാതിരി പണിതീരാത്ത വീട് മാതിരി ചെയ്തുകൊണ്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ പലയിടത്തും ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്, ഡെലിവറബിൾസിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുക, ഒബ്വിയസ്ലി SOPs മിസ്സിംഗ് ആയിരിക്കുക, കൃത്യമായൊരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ഇല്ലാതിരിക്കുക. അത് നമ്മളത് വരുന്ന ഒരു 99% ക്ലയൻസിനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലാത്തവരോട് ഞങ്ങൾ വർക്ക് ചെയ്യാറില്ല. സോ ഇവിടെ ഞാൻ ആക്ച്വലി ഇത് എൻ്റെ ഫസ്റ്റ് കോളാണ്. സോ അതുകൊണ്ടാണ് ഷെബിൻ പറഞ്ഞതിന് ഐ ഓൾവേസ് സെക്കൻഡ് വാട്ട് ഹി സെഡ്. കാരണം പൊതുവെ ആരും അങ്ങനെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് ഇന്നിപ്പോ ഷെബിൻ എലാബറേറ്റ് ചെയ്തത്. സോ താങ്ക് യു ആസിഫ്, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ സുഹൃത്തുക്കളെ? 5 മണിയായി.
ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, ആ നമ്മളുടെ ഇപ്പൊ കറന്റ്ലി ഇറങ്ങിയൊരു സർക്കുലർ ഉണ്ടല്ലോ, സെൽഫ് ഡിക്ലറേഷൻ, അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിഞ്ഞുണ്ടോ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഇതുവരെ എനിക്ക് ഒരു കൃത്യമായ ആൻസർ പറയാനുള്ള വിവരമായിട്ടില്ല. ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ ആരെങ്കിലും ഫ്രീലാൻസറിനെ എങ്ങനെയാണ് ബാധിക്കുക, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആർക്കെങ്കിലും നാട്ടിലുള്ളവർക്ക് അതിനെ കുറിച്ചൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? കുറെ ആൾക്കാർ ആ ചോദ്യം ചോദിച്ചവരുണ്ട്. പക്ഷെ അതിൽ ചില ആൾക്കാർ, കലാം ഈ ചർച്ചയിലില്ല. കലാമും ആ ഗ്രൂപ്പിൽ പറഞ്ഞ വിഷയം അതൊരു നിർവചനത്തിലേക്ക് എത്താനുള്ള ഒരു ടൈം ആയിട്ടില്ല എന്നാണ്. എന്തായാലും നിങ്ങൾ ഗ്രൂപ്പ് ശ്രദ്ധിക്കും. അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുക. കിട്ടിയാൽ തീർച്ചയായിട്ടും അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ചർച്ചകൾ വരുന്ന സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിർഭാഗ്യവശാൽ അത് ഇത്ര ക്ലാരിറ്റി കിട്ടാനുള്ള ടൈം ആയിട്ടില്ല. ഓക്കെ, ഞാൻ ആ വെബ്സൈറ്റ് സെർച്ച് ചെയ്തപ്പോഴും ജസ്റ്റ് ആ ഒരു സർക്കുലർ മാത്രമേ കാണുന്നുള്ളൂ. ആ വെബ്സൈറ്റ് അതും ആണ്. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല സോഴ്സിലും അത് പഠിച്ചു നോക്കി. എനിക്കതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സിലാവുന്നില്ല. അത് കാരണം എന്താ വെച്ചാൽ അതൊരു ഫ്രെയിം വർക്കാണ്. അതിനിപ്പോ എങ്ങനെയാണ് അവരത് മാനിപ്പുലേറ്റ് ചെയ്യുക, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള എല്ലാ ഒരു ടൈപ്പ് ഓഫ് ക്ലാരിറ്റി ആഡിനും കിട്ടിയിട്ടില്ല. ഗൂഗിൾ ആഡ്സ് പ്ലസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും ഇത് കമ്പൽസറി ആണോ? ആവുമല്ലോ, അവര് പറയുകയാണെങ്കിൽ എന്തായാലും ആവും. ഓക്കെ ഓക്കെ, അപ്പൊ അതിനാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് അവര് നിർവചിക്കുമ്പോ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ഇപ്പൊ എല്ലാവരും ഉണ്ടാവും. അല്ല, എന്തായാലും നമ്മളൊന്ന് എനിക്കുള്ള ക്ഷമിക്കും. ഡൗട്ട് എന്താന്ന് വെച്ചാലേ, ആ നമുക്ക് സാധാരണ ഒരു ഫുഡിന്റെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരോട് സർട്ടിഫിക്കറ്റ് ചോദിക്കില്ല. അതേപോലെ ആയിരിക്കും നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെയ്ഡ് ആഡ്സ് ചെയ്യുന്നവരാണെന്ന് സർട്ടിഫിക്കറ്റ് തായോ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണോ ഈ സംഭവം? അങ്ങനെയൊക്കെ ഒരു ഡൗട്ട്. അതും ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ചിലപ്പോ അങ്ങനെ ആയിക്കൂടെ. ഞാൻ അല്ലല്ല, അങ്ങനെയല്ല അത് തിരിച്ച് ചോദിക്കുക. ക്രിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട സെൽഫ് ഡിക്ലറേഷൻ ആണ്. അതായത് നമ്മൾ ആ ക്രിയേറ്റീവിൽ ഇന്ന പോളിസീസ് വയലേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ത്യയിൽ ആക്ച്വലി ചില അഡ്വർടൈസിങ് പോളിസീസ് ഉണ്ട്. നേരത്തെ ഇതൊക്കെ ആ, പിന്നെ ആ, ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. അത് ആക്ച്വലി ഇന്റർനെറ്റ് വന്നിരിക്കുന്ന ഇത്തരം ഇതിനെയൊന്നും അവർ നോക്കാറില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ വരുന്ന പരസ്യങ്ങളെ അവർ നിയന്ത്രിക്കാറുണ്ട്. അതാണ് ചില ആളുകൾക്കൊക്കെ നോട്ടീസ് വന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനെ ഒന്ന് പിന്നെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു കമ്മിറ്റി വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആഡുകൾ ക്രിയേറ്റീവ്സ് മാത്രമാണ്, ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളതല്ല, ക്രിയേറ്റീവ്സ് ഏജൻസി ലെവലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസേഴ്സ്, പ്രിന്റ് മീഡിയ എല്ലാം ഒരു സ്ഥാപനം പരസ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു ഡിക്ലറേഷൻ ഏജൻസിക്ക് കൊടുക്കാറുണ്ട്. ഏജൻസി ഒരു ഡിക്ലറേഷൻ ഈ കമ്പനിക്ക് അല്ല, ഈ പത്രങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അവര് ആക്ച്വലി അത് കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഡിക്ലറേഷൻ നമ്മളത് ചെയ്യേണ്ടി വരും. അതായത് ചില വയലേഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ അഡ്വർടൈസിംഗ് റൂൾസ് ഉണ്ടല്ലോ, അതെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ അവിടെ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അതാണ്. അല്ലാതെ നമ്മളുടെ ഈ ഇന്ന് ബേസിക് എന്താ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഇത് അത്തരം കാര്യങ്ങളൊന്നും അല്ല. ക്രിയേറ്റീവ്സ് ഡൗട്ട് വരുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെ അപ്ലോഡ് ചെയ്യണം, എങ്ങനെ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കണം, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് ആക്ച്വലി ഇതായിട്ട് വന്നിട്ടില്ല. വരുമ്പോഴേ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരും. അതിന്റെ ഫോം ആക്ച്വലി കലാം ഒരു ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. കലാം ഞാൻ അതിനെ കുറിച്ച് ഒരു ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്തപ്പോഴും ജസ്റ്റ് ഈ സർക്കുലർ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. ഇതെങ്ങനെയാണ് 18 മുന്നേ എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഒരു ഇതായിട്ട് തോന്നുന്നു. എങ്ങനെയാണെന്നൊന്നൊരു അതായത് സിംപ്ലി ഇത്രയേ ഉള്ളൂ. എന്റെ അറിവിലും എന്താ പറയാ, എന്റെ അറിവിലും അങ്ങനെ ഒരു സംഭവം നമ്മൾ പറയില്ല ഇങ്ങനെ. അതായത് ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പിന്നെ ഇതും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ പല ലോക്കൽ ബോഡികളിലും അല്ലെങ്കിൽ തന്നെ ഗവൺമെന്റ് പിന്നെ
ഡിപ്പാർട്ട്മെന്റുകൾക്ക് നമ്മൾ എഴുതി കൊടുക്കാറില്ലേ, ആ സെൽഫ് ഡിക്ലറേഷൻ ആക്ച്വലി വാലിഡ് ആണ്. പിന്നീട് അത് നമ്മൾ തന്നെയാണ് അത് പിന്നെ സെൻസർ ചെയ്യേണ്ടതെന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സെൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ, അതായത് കോടിക്കണക്കിന് ക്രിയേറ്റീവ്സ് ഒരു ദിവസം വരുന്ന ഒരു സ്ഥലത്ത് ഒരു ഏജൻസിക്കോ ഒരു പിന്നെ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് അത് മോണിറ്റർ ചെയ്തിട്ട് പിന്നെ സെൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ സ്വയം സെൻസർ ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നീട് നമ്മളെ ബാധിക്കുകയും ചെയ്യും. നമ്മൾ ആ ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ അതിപ്പോ സാറേ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണ പോലെയാവോ ഈ സർട്ടിഫിക്കറ്റിൽ കൊടുത്ത ഡാറ്റ ഒക്കെ ഞാനിത് സർട്ടിഫൈ ചെയ്യുന്നു, തെറ്റാണെങ്കിൽ നിങ്ങൾ ഇന്ന പിന്നെ ഞാൻ നിയമവിധേയമായിട്ടുള്ള ഏത് ശിക്ഷക്കും തയ്യാറാണെന്ന് പറഞ്ഞ് അതായിരിക്കാമല്ലേ? അതെ അതെ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ നെയിം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോ ഏതെങ്കിലും ബ്രാൻഡിന് നമ്മൾ ഒരു ലോഗോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ആഡിൽ ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ അവരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവരുമായിട്ട് അഗ്രിമെന്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചില ക്ലെയിംസ് ഒക്കെ വെക്കുമല്ലോ. ഈ ക്ലെയിംസ് ഒക്കെ വെക്കുമ്പോൾ ഇതിന് സയന്റിഫിക്കലി എവിഡന്റ് ആണ്, ഇത് വെറുതെ പറയുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പതഞ്ജലിയുടെ ഒക്കെ ആടുകൾ പോലെ, അതൊക്കെ വരുന്നത് പോലെ ഇതിനൊക്കെ 99% അല്ലെ 99.1 എന്നൊക്കെ പറയുമ്പോൾ, അല്ലെ 0.9 അല്ലെങ്കിൽ 100% എന്ന് പറയുമ്പോൾ ഇതിന് ഉള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 100% ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, അത് വേറൊരു കാര്യം. അപ്പൊ അത് അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു തെളിവ് വെക്കുകയും വേണം. നമ്മൾ അതിന്റെ ഡോക്യുമെന്റ് എല്ലാം നമ്മുടെ കയ്യിലും വേണം. ഈ ഡോക്യുമെന്റ് എല്ലാം ഏത് സമയത്തും ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അത് കഴിഞ്ഞ അതെ അതെ, എനിക്കിപ്പോഴും ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയില്ല. ഇനി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതായത് അത് നമ്മൾ ഈ ഗവൺമെന്റിന്റെ റൂൾസ് ഒക്കെ വരുമ്പോൾ അതിന്റെ രണ്ട് രീതിയിലാണ് വരിക. അതിന് ഇംഗ്ലീഷ് എനിക്കല്ല, മലയാളം ഞാൻ പറയാം. ഒന്ന് കരട് എന്ന് പറയും, രണ്ടാമത്തെ ചട്ടം എന്ന് പറയും. ഇത് കരട് മാത്രമേ ആയിട്ടുള്ളൂ, അതിന്റെ ചട്ടമായിട്ടില്ല. ചട്ടം എന്ന് പറഞ്ഞാൽ ആ ചട്ടം ആയി കഴിഞ്ഞാലാണ് ഇത് പ്രാബല്യത്തിലേക്ക് വരിക. അതിനുശേഷമാണ് ഇത് എങ്ങനെ എന്നുള്ളത് വരിക. അത് ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയില്ല. ഇല്ല, അത് ഒരാളെ മാത്രമായിട്ട് ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഓക്കെ. അല്ല, ഇപ്പൊ ഞാൻ ഫ്രീലാൻസ് ആയിട്ടാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് GST ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് GST സംബന്ധിച്ചല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയേറ്റീവ്സിനെ സംബന്ധിച്ച്. അത് ഇലക്ഷൻ സമയത്ത് വർക്ക് ചെയ്തവർക്ക് അറിയാതെ, കാരണം ഇലക്ഷൻ സമയത്ത് വർക്ക് ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ഷനിലെ കഴിഞ്ഞ ഇലക്ഷൻ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ആ പാർട്ടിക്ക്, ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ആ പാർട്ടിയുടെ കയ്യിൽ ആ വീഡിയോ കൊടുക്കും. എന്നിട്ട് അവർ കളക്ടറേറ്റിൽ പോയിട്ട് ഇത് അപ്രൂവൽ വാങ്ങിച്ചെടുക്കും. അപ്രൂവൽ വാങ്ങിച്ചെടുത്തിട്ട് മാത്രമേ നമുക്കിത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സംഭവം ഇതിനുണ്ട്. അതും ആരാണിത് ചെയ്തിരിക്കുന്നത്, ആരാണ് ഫിനാൻസ് ചെയ്തിരിക്കുന്നത്, ആരാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് മറ്റു പാർട്ടികളെ തേജോവധം ചെയ്യുന്ന, അവരെ വ്യക്തിപരമായിട്ട് റിലീജിയസ് ആയിട്ട് ഇങ്ങനെയൊന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളത് സെൽഫ് ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിലാണ് അവർ. സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ നമ്മളെ പൊളിറ്റിക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പൊ കറന്റ് ഉണ്ട്. അതിനകത്തൊക്കെ വന്നിരുന്ന ആ സംഭവത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് അത്. ആക്ച്വലി ക്രിയേറ്റീവ്സിലാണ് അത് വരുന്നത്. കാർത്തിക് ഭായ് ചെറിയൊരു കാര്യം നടത്തിയിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി ഇപ്പൊ കാർത്തിക് ഭായ് പറഞ്ഞ ആ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം പതഞ്ജലിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലേ, ഇപ്പൊ 100% ഓർഗാനിക് എന്ന് പറയുമ്പോൾ 100% പ്രൂഫ് വേണം എന്നുള്ളത്. ഇപ്പം മജീദ് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു ഡിക്ലറേഷന്റെ മറ്റു കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു ജസ്റ്റ് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം തബൂല എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ വർക്ക് ചെയ്തപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കരിയറിൽ ഞാൻ കഷായിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. ആഡ് റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്നം ഭിന്നം റിജക്ട് ചെയ്ത് പോവാണ്. അപ്പോൾ അതിനകത്ത് നിന്നാണ് ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് ക്ലയന്റ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലയന്റിന് നമ്മൾ പൊതുവെ മെറ്റയിലും ഗൂഗിളിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഇതേ ഹെഡ്ലൈൻ യൂസ് ചെയ്തു. ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഇൻ ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഹെഡ്ലൈൻ യൂസ് ചെയ്തു. ഈ ഹെഡ്ലൈൻ്റെ ബേസിലാണ് ഞങ്ങൾക്ക് റിജക്ഷൻ വരുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ലാർജസ്റ്റ് എന്നോ അല്ലെങ്കിൽ നമ്പർ 1 എന്നോ ടോപ്പ് എന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുമ്പം അൺലെസ് നമുക്കതൊരു തേർഡ് പാർട്ടി വെരിഫൈ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് പോയി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കറന്റ് നമുക്കിപ്പോൾ ഗൂഗിൾ ആഡ്സിൽ പോയിട്ട് ഇപ്പോൾ ഏത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സർവീസ് പുഷ് ചെയ്യുന്ന 90% ആൾക്കാരും നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞിട്ടായിരിക്കും പുഷ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റഡി അബ്രോഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ 1 സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി ഇൻ
കേരള അല്ലെങ്കിൽ കൊച്ചി ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അത് മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടൊരു വെരിഫൈഡ് ഡേറ്റ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ പോയിട്ട് ഇങ്ങനെയുള്ള ക്ലെയിംസ് പോയി എടുക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ഓപ്ഷൻ ഓൾറെഡി തബുലയിൽ 2 വർഷം മുന്നേ തന്നെ അതുണ്ടായിരുന്നു. മേ ബി ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റീവ് ലെവലിലേക്ക് നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ അവിടെ കുറച്ചും കൂടെ പ്രൂഫ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ക്യാപ്ഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് മെസ്സേജിങ് നമ്മൾ ചിലപ്പം അലൈൻ ചെയ്യേണ്ടി വരും. ഇതാണ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്. ചിലപ്പോ അതായിരിക്കാം കാർത്തിക് സാറേ അത് തന്നെ, അത് അങ്ങനെ ആക്ച്വലി ഉണ്ടാവാം. വിദേശത്തൊക്കെ അല്ല അത് കഴിഞ്ഞ പാർലമെന്റിലെ ഇത് ഈ ആ ഇലക്ഷന് മുമ്പേ പാർലമെന്റിൽ പാസ്സായ ഒരു സംഭവമാണ്. ഇതിനെല്ലാം ഒരു ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത്, സോഷ്യൽ മീഡിയ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ള ഇതിൽ അതിനകത്ത് ആഡും ആ കൂടി വരുന്നുണ്ട്. കാരണം സെൻസറിങ് ആ ഇല്ലല്ലോ നമ്മളെ ആക്ച്വലി സോഷ്യൽ തിരുവനന്തപുരത്ത് മീഡിയയിൽ. മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു അത് അത് തന്നെ അത് തന്നെ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നത്. അതെ അതെ അതെ. അതിന്റെ ഇവിടെ നിന്നാണ് അതിന്റെ ഇതൊക്കെ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആ കുറേ അധികം കാര്യങ്ങൾ നമ്മളിപ്പം ഇപ്പം ഗൂഗിളിന്റെ ഒരു എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് നോക്കുമ്പോൾ അവിടെ നമുക്ക് റിലവൻസി സ്കോർ ഇൻക്രീസ് ചെയ്യാന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ്റെ ക്യാപ്ഷനെയും നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ ലാൻഡിംഗ് പേജിലേക്ക് വരുമ്പോൾ പറയുന്നത് മറ്റൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു പോളിസി ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ആൾക്കാരും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ക്യാമ്പയിനിൽ ഉപയോഗിക്കുന്നത്. എല്ലാ ആൾക്കാരും, സോറി ഞാനത് പറഞ്ഞു തെറ്റിപ്പോയി, എല്ലാ ആൾക്കാരും അല്ല, കുറച്ച് ആൾക്കാർ ക്യാമ്പയിനിൽ ചില കാര്യങ്ങൾ പറയും. ഇപ്പം ചിലപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടായിരിക്കും പല കാര്യങ്ങളും പുഷ് ചെയ്യുന്നത്. അത് കണ്ട് ഒരാൾ ലാൻഡിംഗ് പേജ് വരുമ്പോഴായിരിക്കും ആ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത്ര പേയ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ആ വരുന്ന ഒരു കസ്റ്റമറിനെ ചെറുതായിട്ടൊന്ന് ഫൂൾ ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവരെ പറ്റിച്ചിട്ട് അവരുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും നമ്മുടെ മാർക്കറ്റിങ്ങിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാമ്പയിനെ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നുള്ളതല്ല. എന്നാൽ പ്രോപ്പറായിട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും ഒരു പിടി വീഴും. എന്നാൽ മര്യാദയ്ക്ക് ഒരു എത്തിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നുമില്ല. പിന്നെയും ഓവറോൾ ഇപ്പം നമുക്കൊരു റെഗുലേഷൻ വന്നെന്ന് പറഞ്ഞാലും നമ്മൾ മാത്രമല്ല, അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിലുള്ളവരോ ഈ ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ല ഇവിടെ അഡ്വർടൈസ്മെന്റ് നടത്തുന്ന ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അവരെ പോലെ തന്നെ ഈ പറയുന്ന ബിസിനസ്സുകൾക്ക് അത് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഒരു വലിയ പരിധി കൂടുതൽ വലിയ ചലഞ്ചോ വലിയ പ്രോബ്ലമോ ആയിട്ടൊന്നും എന്തായാലും അത് സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു സംതിങ് ആയിട്ട് വരും എന്ന് മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും. ഓക്കെ, താങ്ക് യു. ഡോക്ടർ നിസാമും സുമേഷും ചോദിച്ചോളൂ. ആരാണ് ആദ്യം ചോദിക്കണേ? ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഞാനിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ജോലിക്ക് ജസ്റ്റ് കയറിയിട്ടുള്ളൂ. ഓക്കെ അപ്പൊ ഒരു ബ്രൈഡൽ മേക്കപ്പിന്റെ സ്റ്റുഡിയോയിലാണ് വർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അപ്പൊ ആദ്യം അവർ പറഞ്ഞു ലൈക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ബൂസ്റ്റ് ചെയ്തപ്പോ ലൈക്ക് കിട്ടി. പിന്നെ അതിന് ശേഷം മെസ്സേജുകളൊന്നും വരുന്നില്ല പറഞ്ഞു. മെസ്സേജ് ആയിട്ട് ചെയ്യുമ്പോൾ എൻക്വയറീസ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ കിട്ടുന്ന മെസ്സേജുകളും വലിയ കാര്യമായിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ല. നല്ല പ്രഷർ ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാൻ പറ്റും? ഷെബിൻ ആൻസർ പറഞ്ഞോളൂ. ഷെബിൻ അത് ഇപ്പൊ സംസാരിച്ചോളൂ. ചോദിച്ചത് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ആയിട്ട് പറയാൻ തോന്നുന്നില്ല. അത് നിങ്ങൾ ലൈക്ക് അത് ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസ്കഷൻസ് വരുത്തുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഒരു നോളജ് ഇൻക്രീസ് ചെയ്യുക, കുറച്ചുകൂടെ നിങ്ങളൊരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു വിഷനിലാണ്. ഇപ്പം നിങ്ങൾക്കിപ്പം ചെയ്യേണ്ടതിനകത്ത് ബേസിക്കായിട്ട് ചെയ്യേണ്ടത് ആദ്യമേ ആ പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ നിങ്ങളൊന്ന് പഠിക്കാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ബിസിനസ്സിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ബിസിനസ്സിനെ കറൻ്റ്ലി നമുക്ക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ കുറച്ചൊരു സമയം നിങ്ങളൊന്ന് രണ്ടും പ്ലാറ്റ്ഫോം ഒന്ന് പഠിക്കാനും പിന്നെ ആ ബിസിനസ്സിനൊന്ന് പഠിക്കാനും ഒന്ന് സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, പ്ലാറ്റ്ഫോം നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റീവും ഓരോ പെർഫോമൻസ് ഗോളും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഓരോന്നും എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ഒബ്ജക്റ്റീവ് അറ്റ്ലീസ്റ്റ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇതിൽ ഏത് ഒബ്ജക്റ്റീവാണ് എനിക്ക് ഈ ബിസിനസ്സിനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്ന് എനിക്കൊരു പിടി കിട്ടും. അടുത്തതായിട്ട് അതിനെ മാക്സിമം എൻഹാൻസ് ചെയ്യാൻ, അല്ല ആ റിസൾട്ടിനെ മാക്സിമം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് അവിടെ ടെസ്റ്റ് ചെയ്യണം, ആ ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്തൊക്കെ വർക്കായി എന്തൊക്കെ വർക്കായില്ല, വർക്കായ കാര്യങ്ങൾ എന്തുകൊണ്ട് വർക്കായി, വർക്കാവാത്ത കാര്യങ്ങൾ എന്തുകൊണ്ട് വർക്കായില്ല. അപ്പം ഇങ്ങനെ നിങ്ങളിതിനെ കീറി മുറിച്ച് പഠിക്കാനായിട്ട് തോറും നിങ്ങൾക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസ് കൂടി വരും. നിങ്ങൾക്ക്
മുന്നോട്ടേക്കാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കരിയർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇപ്പം ഇവിടെ ഒരു കാര്യം ഇപ്പം ഡയറക്റ്റ് ഇന്ന കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇന്ന റിസൾട്ട് കിട്ടും എന്ന് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് നിങ്ങൾ ഞാൻ അങ്ങനെ ഒരു ആൻസർ ഉദ്ദേശിച്ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാല് നിങ്ങളെ ഞാൻ ഉദ്ദേശിച്ചെന്താ വെച്ചാൽ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രോസസ്സിനെ മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഏകദേശം എനിക്ക് പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെറ്റയുടെ തന്നെ കുറേ നിങ്ങൾക്ക് ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് സ്മോൾ ബിസിനസ്സുകൾക്ക് മെറ്റാഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ കോഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടും. ഇൻസ്പിറേഷൻ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് ഓക്കെ ഈ ബിസിനസ്സിന് ഇന്ന സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ വീഡിയോ വ്യൂസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീൽസിൻ്റെ ഒരു മൊഡ്യൂളിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ബെസ്റ്റ് പ്രാക്ടീസ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ റീൽസ് നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ബ്രൈഡൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആ ബ്രൈഡൽ ബിസിനസ്സിന് നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ പോസിബിലിറ്റീസ് കിട്ടും. നിങ്ങൾ ചെയ്തേക്കുന്ന നല്ല വർക്കുകൾ നന്നായിട്ട് ഷോക്കേസ് ചെയ്താൽ മതി. അടുത്തായിട്ട് ആ ഷോക്കേസ് ചെയ്യാൻ പോകുന്ന റീൽസിന് നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എന്തൊക്കെ ബെസ്റ്റ് പ്രാക്ടീസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾക്ക് എടുത്ത് ബൂസ്റ്റ് ചെയ്താൽ മതി, ഇത് തന്നെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പോകും. അപ്പോൾ അവിടെ ടാർഗറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൻ്റെയും കൂടുതൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഓക്കെ ഞാൻ ഇതിനകത്ത് നമ്മളുടെ ഒരു ബയർ പേഴ്സോണ എന്താണെന്ന് എനിക്ക് പഠിക്കണം. അപ്പം ബയർ പേഴ്സോണനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നു. മേ ബി ഇപ്പോൾ ഒരു ഹബ്സ്പോട്ടിൻ്റെ ഒരു ബ്ലോഗ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ബയർ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്കുള്ള ബിസിനസ്സിൻ്റെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഓഡിയൻസിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടി, നിങ്ങൾക്ക് പൊക്കോണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് മെറ്റീരിയലിനെ കുറിച്ച് ക്ലാരിറ്റി കിട്ടി, അപ്പോൾ ക്യാമ്പയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഐഡിയ കിട്ടി. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പം ഈ ഒരു ബിസിനസ് മാത്രമല്ല നിങ്ങൾക്ക് ഏത് ബിസിനസ് ആണെങ്കിലും ഈ രീതിയിലൊരു പ്രോസസ്സ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലായോ? ഓക്കെ താങ്ക് യു. ഡോക്ടർ നിസാബ് ചോദിച്ചോളൂ. ലത്തീഫ് സാറേ, ആദ്യം നന്ദി. പിന്നെ നിങ്ങളെ ഇൻസ്പിറേഷന്, നിങ്ങളാണ് മുന്നോട്ട് പോകാനുള്ള ഒരു ഫ്യൂല് തന്നത്. സത്യസന്ധമായിട്ട് നിങ്ങൾ അന്ന് ചൂടായില്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പിന്നെ നമ്മളെ വർക്കിംഗ് ഷെഡ്യൂളും പിന്നെ അതേമാതിരി അതിന്റെ ഇടയിൽ 1-2 എക്സാംസ് ഒക്കെ വന്നത് കാരണം ഒരു ബ്രേക്ക് വന്നുപോയി. പിന്നെ എനിക്ക് സന്തോഷം അറിയിക്കാനുള്ളത് ഇൻസ്റ്റഗ്രാമില് വീഡിയോ ചെയ്യുന്നതിന് ശേഷം എനിക്ക് പാഷനായിട്ട് ഞാൻ ചെയ്യുന്ന കൗൺസിലിംഗ് ആണ്. അപ്പോൾ അതിന് റിവേർട്ട് വരുന്ന രൂപത്തിൽ തന്നെ കൺവേർഷൻസ് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ആളുകളോട് ചോദിക്കാനുള്ള എങ്ങനെ ഈ ഒരു പിന്നെ എന്താ പറയാ മടി ഒഴിവാക്കാം, 1. 2 പിന്നെ എത്ര വീഡിയോ വെച്ച് അന്ന് ഞാൻ ശരിക്കും ഡെയിലി ഓരോ വീഡിയോ എന്നുള്ള രീതിയിൽ പോയിരുന്നു. പക്ഷെ അത് ഭയങ്കര ഹെക്ടിക് ആയിട്ട് ഒരു പാഷനേറ്റ് ആയിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ എങ്ങനെ പിന്നെ ഒരു എഫിഷ്യൻസിയാണ് സജസ്റ്റ് ചെയ്യുന്നത് 1. പിന്നെ 2 ഞാൻ കണ്ടത് US UK കുറെ ഡോക്ടേഴ്സിന്റെ പ്രൊഫൈലൊക്കെ ഫ്രം നമ്മളുടെ യൂട്യൂബില് പ്രത്യേകിച്ചും ആ ചാനലിന്റെ തൊട്ട് താഴെ ഫ്രം എ രജിസ്റ്റേർഡ് ഡോക്ടർ ഇൻ US എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് കാണുന്നുണ്ട്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ എത്ര സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പൊ ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാണെങ്കിലും ഒരു ഇൻസൈറ്റ് തരാൻ വേണ്ടിയിട്ട്. താങ്ക് യു. മടിനെ കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ? ആയിക്കോട്ടെ. മടി എന്ന് പറഞ്ഞൊരു വിഷയമേ അത് പിന്നെ അത് നിങ്ങൾ അത്ര കാര്യാക്കേണ്ട വിഷയമല്ല. മടി എന്ന് പറഞ്ഞ വിഷയത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡേ ഇതൊരു മോട്ടിവേഷൻ ആണ്, അതങ്ങനെ കരുതിയാൽ മതി. നമ്മള് മനസ്സിലൊരു അഫർമേഷൻ കണ്ടെത്തുക, അതായത് ഞാൻ ഈ വിഷയത്തിൽ നോളജിനെ സമാഹരിക്കാൻ എൻ്റെ മനസ്സിന് റെഡിയാണ് എന്ന് പറയുന്ന ഒരു അഫർമേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇപ്പോ ലോകത്തുള്ള ഒരു നിയമമാണ് എന്താ വെച്ചാൽ നമ്മളൊരു വിഷയത്തെ കുറിച്ച് അപാരമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വിഷയം അനുയോജിക്കുന്നത് നമുക്ക് കിട്ടാണ്. ഞാനത് അനുഭവിച്ചൊരു മനുഷ്യനാട്ടോ. ഇപ്പൊ ഒരിക്കൽ ഈ ചർച്ചയിൽ ഡോട്ടിനിലെ വിവേക് ഈ ചർച്ചയിലുണ്ട്. അപ്പൊ വിവേക് എന്നോട് ഞാൻ കാണുമ്പോ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് ചോദിച്ചാലും മാഷെ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഈ ഉത്തരം കിട്ടണം? നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തിന് കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ വരുന്നതാണല്ലോ. അപ്പൊ ഞാൻ വിവേകിനോട് പറയുന്ന ഒരു ഉത്തരം തന്നെയാണ് ഇപ്പോ ഡോക്ടറിനോടും എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലൊരു അഫർമേഷൻ കണ്ടെത്തുക, ഞാൻ ഈ പറയുന്ന പ്രസ്തുതമായ ഈ ഒരു മേഖലയിലെ എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തെയും ഞാനത്
എന്താ പറഞ്ഞ റിസർച്ച് ചെയ്യും എന്ന് പറഞ്ഞൊരു ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുക. ഒന്ന്, അത് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാനിപ്പോ ഈ അഫർമേഷൻ എടുക്കാൻ പറഞ്ഞ് നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കാൻ പോണില്ല. പക്ഷേ നിങ്ങൾ ഈ ലോകത്തുള്ള വിജ്ഞാനം ഇങ്ങനെ ഈ ഏരിയയിൽ, സ്പെസിഫിക് ഏരിയയിൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു ഹോമിയോപ്പതിക് ഡോക്ടർ ആണെന്നാണ് എന്റെ ഓർമ്മ, അല്ലെ? ഹോമിയോപ്പതിക്ക് അത് യുനാനി ചികിത്സ, യുനാനി മെഡിസിൻ ആണ്. അപ്പൊ യുനാനി ചികിത്സ ആവുമ്പോ യുനാനി ചികിത്സയും ഈ പറയുന്ന പിന്നെ മറ്റേ എന്താണ് ഹോമിയോപ്പതിക്ക് ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ അതിനെ നമ്മൾ മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു മേഖലക്കാണ് അവിടെ കൂടുതലും സാധ്യത ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ മേഖല ഇന്ന് പറയണത് ഒരുപാട് പോസ്റ്റ് കോവിഡ് ഈ പറയുന്ന ഫങ്ഷണൽ മെഡിസിൻ, ഇപ്പൊ കാർത്തിക് സാർ ഈ ചർച്ചയിലുണ്ട്. കാർത്തിക് സാറും ഞാനും അടക്കം പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം എനിക്ക് വയറിന് പ്രോബ്ലം ഉണ്ട്, സാറും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച് എന്ന് എന്നോട് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. എല്ലാതും ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു മേഖല നിങ്ങൾ വെറുതെ നിങ്ങൾക്കൊരു ഒരു കിക്ക് കിട്ടാനിട്ടാ. ഇനി ഞാൻ പറയുന്നത് ഒരു കിക്ക് കിട്ടുന്ന വിഷയമാണ്. അത് നിങ്ങൾ ഗൂഗിൾ ട്രെൻഡ്സിൽ പോയിട്ട് വെറുതെ ഈ കീവേഡ്സ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബോറടിച്ചിരിക്കുക, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ ബഹുമാനപൂർവ്വം അംഗീകരിച്ചുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ ട്രെൻഡ്സിൽ പോയിട്ട് വെറുതെ അപ്പൊ ആ സൂചി ഇങ്ങനെ പൊന്തി നിൽക്കണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് എനിക്കൊരു കിക്കാണ്. എന്ത് കിക്ക്? ഈ സാധനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു വിഷയം ശരിക്കും നിങ്ങൾ ചെലവ് തരേണ്ട വിഷയമാണ്. അതായത് ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ഇത് ഞാൻ ചാടിയപ്പോ എന്താണ്, എനിക്ക് കസ്റ്റമേഴ്സ് കൂടാൻ തുടങ്ങി, എനിക്ക് പേഷ്യൻസ് വരാൻ തുടങ്ങി, എനിക്ക് റിട്ടേൺ കസ്റ്റമർ വരാൻ തുടങ്ങി. ഇങ്ങനത്തെ കിക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ പോളിഷ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു 40 വയസ്സായ മനുഷ്യനൊന്നും ഇതിൽ ഇത്തിരി പ്രാന്തായിട്ട് ഓടില്ല. എന്നോട് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് ഇതിങ്ങനെ 24 മണിക്കൂർ ആലോചിച്ച് ഓടുന്നത്? ആ കിക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില ടിപ്പുകളാണിത്. കാരണം നമുക്ക് വേറൊന്നും ലൈഫിൽ കിക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ആലോചിക്കുക. കിക്ക് കിട്ടേണ്ട ഇതാണ്. ആ കിക്കിലൂടെ എന്താണ് ജനങ്ങൾക്കൊരു ഉപകാരം കൂടി കിട്ടുക വെച്ചാൽ ഡബിൾ കിക്ക നമുക്ക് കിട്ടുക. കാരണം ജനത്തിന് അത് ഉപകാരമാണ്. ഇപ്പൊ ഈ ചർച്ച വെക്കണത് എന്തിനാ? ഈ ചർച്ച കൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കണം എന്തിനാ ജനത്തിന് ഉപകാരം കിട്ടുക. കുറെ ആൾക്കാർക്ക് ഇപ്പൊ ഇത് ഉപകാരം കിട്ടി. ഇതിൽ 99% ആൾക്കാർക്കും ചോദ്യം ചോദിക്കാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷെ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താവും എന്ന ചിന്തയിൽ ഇരിക്കണവരും ചിലവർക്ക് അതിന്റെ ധൈര്യം ഇല്ലാത്തവരുമാണ്. അപ്പൊ അവരെ നമ്മൾ പുറത്ത് ചാടിക്കാൻ മാളത്തിൽ നിന്നുള്ളതാണ് ഈ ചർച്ചകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞത്. കാരണം ഈ ചർച്ച എന്താ, സാധാരണ എല്ലാവർക്കും ഗുണം കിട്ടുന്ന സാധനം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു രീതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതുക്കെ 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 ട്രെയിൻ ചെയ്തെടുത്താൽ 100% ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം നിങ്ങളെ മടി മാറും. ശരീരം മടി കാണിക്കൂട്ടെ. ശരീരം മടി കാണിക്കാൻ കാരണം എന്താ? ശരീരത്തിന് വേണ്ടി റിസോഴ്സ് ഒന്ന് എന്താണ്, ഫ്യൂവലാണ്. രണ്ടാമത്തെ റെസ്റ്റ് ആണ്. അത് രണ്ടും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു വൈദ്യനാണ്, ഞാൻ ഇപ്പൊ നിങ്ങളോട് വലിയ ഭാഷണം പറയേണ്ട ആവശ്യമില്ല. അത് ശരീരം ഉറപ്പായിട്ടും ശരീരം ക്ഷീണം കാണിച്ചിരിക്കും. പക്ഷെ മനസ്സിന് ക്ഷീണം വരില്ല. മനസ്സിന് ക്ഷീണം വരാതിരിക്കാൻ കാരണം എന്താ? മനസ്സിനോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ രൂപത്തിൽ എന്റെ പേര് എല്ലായിടത്തും അറിഞ്ഞിരിക്കണം. ഇതുകൊണ്ട് ഞാനൊരു സാമ്പത്തിക നേട്ടം ഞാൻ ചിന്തിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞമ്മക്ക് പിന്നെ ഏത് വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസത്തിന്റെ ഒരു റേഡിയൻസ് നമ്മുടെ എനർജി ശരീരത്തിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ അവിടെ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആലോചിക്കരുത്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു പാഠം, ഞാൻ പഠിച്ചൊരു പാഠം, എന്റെ ലൈഫ് കൊണ്ട് പഠിച്ച ഞാൻ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിന്റെ ഉള്ളിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ റേഡിയൻസ് നിങ്ങളുടെ ഉള്ളിൽ കയറില്ല. പക്ഷെ റേഡിയൻസ് കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ ആവശ്യപ്പെടാം. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ എനിക്കൊന്ന് കൺസൾട്ടേഷൻ തരണം, അല്ലെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ ചെലവാക്കണ സമയത്തിനുള്ള മൂല്യങ്ങൾ മേടിച്ചോളി. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അർഹതയാണ്. അത് നിങ്ങൾ മേടിക്കണം. മേടിക്കാതെ നിങ്ങൾ ഓസിക്കൊന്നും ചെയ്തു കൊടുക്കേണ്ട. കാരണം ഓസിക്ക് ചെയ്തു കൊടുക്കണ ഒരു വിഷയത്തിന് ലോകത്തൊരു മനുഷ്യനും മൂല്യം കാണില്ല. അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഈ കോടാനകോടി വിവരം ഉണ്ടായിട്ടും പിന്നെന്തിനാണ് ഒരു ട്രെയിനറിന്റെ അടുത്ത് ആൾക്കാർ പോണത്? അതെന്താ വെച്ചാൽ സ്ട്രക്ചേർഡ് ലേണിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മടിയുടെ വിഷയത്തിൽ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കി. ഒരാഴ്ച കൊണ്ടും 10 ദിവസം കൊണ്ടൊന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ നിങ്ങളത് ആ അഫർമേഷൻ കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് 100% അത് ഈ ഗ്രൂപ്പ് തന്നെ, ഈ കമ്മ്യൂണിറ്റി തന്നെ അതിന് തെളിവാണ്.
കാരണം ഞാൻ കാരണം എന്റെ അഭിപ്രായത്തിൽ ഒരു 100 ആളെങ്കിലും ലിങ്ക്ഡിനിൽ കയറിയിട്ട് അവരവരുടെ കാര്യങ്ങൾ എഴുതുന്ന അവസ്ഥയിലേക്ക് ഞാൻ ബഹളം വെച്ചതുകൊണ്ടായിട്ടുണ്ട്. അതെനിക്ക് 100% ഉറപ്പാണ്. കാരണം ലിങ്ക്ഡിനിൽ പക്ഷെ എനിക്ക് തന്നെ വലായിട്ട് മാറിയിട്ടുണ്ട് ചില സമയത്ത്. കാരണം എന്താ വെച്ചാൽ കടലിൽ പോണതും ചിത്രം വെക്കണതും ഭക്ഷണം കഴിക്കണതും പിന്നെ തലകുത്തി മറിയണതും ഒക്കെ ലിങ്ക്ഡിനിൽ ഇടാൻ തുടങ്ങി. അത് നമുക്കൊരു പറയണം, ഇനിയിപ്പോ ലിങ്ക്ഡിൻ ആരെങ്കിലും കണ്ട എന്നാണ് അവർക്ക് പൂശ കിട്ടുക. കാരണം ഞാൻ കൃത്യമായിട്ട് ചിന്തിച്ചത് എന്താണ്, ഇവരെങ്ങനെങ്കിലും നന്നായിക്കോട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഉപദേശിച്ചു കൊടുത്തത്. പക്ഷെ എനിക്ക് തന്നെ വലായിട്ട് ഇപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ പലയിടത്തും പോകുമ്പോൾ അത് വിവേകിനെ അറിയാം. ചിലയിടത്ത് പോകുമ്പോൾ ഞാൻ പറയും ഇതിക്ക് ഞാൻ പറഞ്ഞ തന്നെ വലായിട്ടിക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ പറയുന്നു ആ തോട്ട് തുടങ്ങിച്ചത് അതല്ലേ. അപ്പൊ ആ അഫർമേഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാള് വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിന് നിങ്ങൾ ഏത് സമയത്തിന് വിളിച്ചോളി, അത് ഞങ്ങൾ പുഷ് ചെയ്ത് തരാം. അത് നിങ്ങൾ ഈ പുഷ് ചെയ്തിട്ട് തന്നെയല്ല ഇപ്പൊ നിങ്ങൾ വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. ഈ വിഷയത്തിന് ബാക്കിയുള്ള സാങ്കേതിക കാര്യങ്ങൾ രണ്ടാമത് ചോദിച്ചതിന് ശ്യാം സാറും ഷെബിനൊക്കെ ഉത്തരം പറയട്ടെ. താങ്ക് യു സർ. താങ്ക് യു ലത്തീഫ് സർ. താങ്ക് യു. രണ്ടാമത്തെ കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ മറ്റേ ആദ്യം പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മളുടെ ഏത് കണ്ടന്റ് ബിസിനസ്സിലേക്ക് പോകുമ്പോൾ കണ്ടന്റ് ആക്ച്വലി ഒരു ഇതാണ്. കണ്ടന്റ് ആക്ച്വലി ഒരു ബിസിനസ് തന്നെയാണ്. നമുക്ക് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് ഡെലിവർ ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ പാഷൻ എന്താണോ, ഓഡിയൻസിന്റെ ഡിസയർ എന്താണോ, ഇത് രണ്ടും കൂടി ഒരു സ്വീറ്റ് സ്പോട്ടിൽ വെച്ച് ജോയിൻ ചെയ്യും. അവിടെയാണ് നമ്മൾ നമ്മളുടെ കണ്ടന്റ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അതല്ല പക്ഷേ നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾക്കറിയാവുന്നതിൽ ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ഏത് കാര്യമുണ്ടെന്നുള്ളതാണ്. എനിക്ക് പല കാര്യങ്ങളും അറിയാമെങ്കിലും അത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വിജയിക്കാൻ പറ്റിയ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രെയിം വർക്കാണ് കേട്ടോ. കണ്ടന്റ് INC എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ലോകത്തിലെ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിച്ചൊരു സംഭവം. പിന്നീട് ജോബ് പോളിസി ആക്ച്വലി അതൊരു ഫ്രെയിം വർക്കാക്കിയിട്ട് മാറ്റിയ കണ്ടന്റ് INC എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നത് സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് പുള്ളി കൊടുത്ത ഡെഫിനിഷനാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ യുവർ പാഷൻ പ്ലസ് ഓഡിയൻസ് ഡിസയർ. പാഷൻ എന്നല്ല പുള്ളി പറഞ്ഞത്, യുവർ എക്സ്പെർട്ടൈസിനസ് പ്ലസ് ഓഡിയൻസ് ഡിസയർ. അതാണ് ആക്ച്വലി സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം പുള്ളി പറയുന്നത് ഒരു ടിൽറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ കണ്ടന്റിന് എങ്ങനെ ഒരു ടിൽറ്റ് കൊടുക്കുക എന്നുള്ളത്. ആ ടിൽറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മറ്റാർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലേക്ക് നിങ്ങൾ അതിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെ. ഒരുപാട് ആളുകൾ ഹെൽത്ത് വീഡിയോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് മറ്റുള്ള ആളുകളിൽ നിന്ന്? അതാണ് രണ്ടാമത് കണ്ടുപിടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അതിനെ ഒരു ബിസിനസ് മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ റവന്യൂ അല്ല, അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള റവന്യൂ അല്ലാതെ നിങ്ങൾക്ക് അതിനെ മറ്റൊരു ബിസിനസ് മോഡലായിട്ട്, അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിന് ഒരു എക്സ്പാൻഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അവിടെയാണ് ആക്ച്വലി ഈ കണ്ടന്റിനെ നമുക്കൊരു ബിസിനസ് മോഡലാക്കി കൊണ്ടുവരാൻ പറ്റുന്നത്. ഇല്ല എങ്കിൽ കുറേയധികം ബ്ലോഗുകളും കുറേയധികം വീഡിയോസും മാത്രമായിട്ട് മാറും. അതിന് ഞാനൊരു നല്ല എക്സാമ്പിൾ ലിങ്ക്ഡിനിൽ എഴുതിയിരുന്നു, നമ്മുടെ ഷെഫ് പിള്ളയുടെ കാര്യം. പുള്ളിക്ക് ആക്ച്വലി മാസ്റ്റർ ഷെഫ് ആയിരുന്ന സമയത്ത് BBC-യുടെ മാസ്റ്റർ ഷെഫ് കോണ്ടസ്റ്റന്റ് ആയിരുന്ന സമയത്ത് റെസ്റ്റോറന്റ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ പുള്ളി അത് വെയിറ്റ് ചെയ്തു, ആ സമയത്ത് ചെയ്തില്ല. പിന്നീടും പുള്ളി ആ കമ്പനി രജിച്ചിട്ടും പുള്ളി അത് സ്റ്റാർട്ട് ചെയ്തില്ല. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ആക്ച്വലി പുള്ളിയുടേതായ ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു. ഓഡിയൻസ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പുള്ളി മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട ഡിഷസ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ടെസ്റ്റ് ചെയ്ത് വിജയിച്ച സംഭവങ്ങളാണ് പുള്ളി ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ക്വാളിറ്റിയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ, പുള്ളിയുടെ ഫിഷ് നിർവ്വാണമായിട്ട് പുള്ളി കൊടുത്തത്. പുള്ളിയുടെ ഏതെങ്കിലും ഒരു പരസ്യം ഏതെങ്കിലും ഭയങ്കര എക്സാമ്പിൾ ആണ് നിങ്ങൾ പറഞ്ഞ കേട്ടോ. നിങ്ങൾ പറഞ്ഞൊരു വാചകം ഞാൻ പുള്ളി അടിവരയിട്ട് പറയണം. അതെ, RCP ചെയിൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പൊ 13ഓളം റെസ്റ്റോറന്റ് ഉണ്ട്. അത് ഏകദേശം ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെലിവിഷൻ മീഡിയയിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ പുള്ളിയുടെ ആഡ് കാണാൻ പറ്റും? എവിടെയില്ല, ഒരു സ്ഥലത്തുമില്ല. പക്ഷെ ഏതെങ്കിലും പുള്ളിയുടെ റെസ്റ്റോറന്റിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആളില്ലാത്ത അവസ്ഥയുണ്ടോ? ആ ഫസ്റ്റ് ഡേ മുതൽ പുള്ളിയുടെ റെസ്റ്റോറന്റ് ആക്ച്വലി ഹൗസ്ഫുൾ ആണ്. ആ രീതിയിലേക്ക് പുള്ളി ഒരു ബിസിനസ് മോഡൽ കൊണ്ടുവന്നു. പുള്ളി ഇൻവെസ്റ്റ് ചെയ്തത് കംപ്ലീറ്റ് കണ്ടന്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്.
ആ കണ്ടന്റ് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടുപിടിച്ചു. പുള്ളി ഒരു ടിൽറ്റ് കണ്ടുപിടിച്ചു. ടിൽറ്റ് മീൻസ് പുള്ളിയുടെ ടിൽറ്റ് ആക്ച്വലി ഇന്ത്യൻ ക്യുസിൻസ് അല്ലെങ്കിൽ കേരള ക്യുസിൻസ് നോർത്ത് ഒരു 5 സ്റ്റാർ അപ്രോച്ചിൽ പ്രസന്റ് ചെയ്യാം. ഇതാണ് പുള്ളി കണ്ടുപിടിച്ചത്. ഗ്ലോബൽ ആസ്പിരേഷൻ കണ്ടെത്തി പുള്ളി കേരള കുസീന്. അതന്നെ ആ രീതിയിൽ പ്രസന്റ് ചെയ്തപ്പോഴേക്ക് പുള്ളി ഫിഷ് നിർവ്വാണ അത് ഈ പറഞ്ഞ പോലെ നമ്മളെ കരിമീൻ പൊള്ളിച്ചത് തന്നെ വേറെ രീതിയിലേക്ക് പുള്ളി മാറ്റിയിട്ട് അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതി. അവിടെ കോമ്പറ്റീഷൻ ഇല്ല പുള്ളിക്ക്. ഇനിയിപ്പോ ആര് ചെയ്താലും ഇമിറ്റേഷൻ മാത്രമേ ഉള്ളൂ അതിനകത്ത്. ആ രീതിയിലേക്ക് വന്നപ്പോഴാണ് പുള്ളി അതിനകത്ത് വിജയിച്ചത്. അതിന്റെ ഒരു മോഡൽ ഞാൻ പറഞ്ഞത്. ഇത് പുള്ളി മാത്രമല്ല, ഒരുപാട് ആളുകൾ, ലോകത്തുള്ള പല ആളുകളും ചെയ്ത് വിജയിപ്പിച്ച ഒരു ഫ്രെയിം വർക്കാണ് അത്. അത് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. സാറ് പറഞ്ഞത് കൃത്യമാണ്. അവിടെ ഡോക്ടർ നിസാമിനോട് എനിക്ക് 2-3 ടിപ്പുകൾ തരാനുണ്ട്. ഇപ്പോ മടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മടി മറികടക്കാപ്പത് നിന്റെ മനസ്സിൽ കണ്ട വഴി ഇതാണ്. പക്ഷെ നിസാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന മേഖലയിൽ നിസാമിന് സത്യം പറഞ്ഞാൽ മെനക്കെടുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വൈദ്യനായിട്ട് തിളങ്ങാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ യുനാനി ചികിത്സാ മേഖലയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് വിശദീകരിക്കുന്ന കാർത്തിക് സാറ് പറഞ്ഞ പോയിന്റിനെ മനസ്സിലാക്കുക. ജനത്തിന് ആവശ്യമുള്ള പോയിന്റ്, അതായത് യുനാനി മെഡിസിൻ എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഡെമോഗ്രാഫിക്സ് കേരളത്തിലുണ്ട്. എന്നാൽ യുനാനി മെഡിസിൻ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ചെറിയ തോതിലുള്ള ബ്രാൻഡായിട്ട് നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ഡോക്ടർ നിസാമിന് ഇപ്പൊ ഞാനത് നിസാമിനോട് തന്നെ പറഞ്ഞൊരു വ്യക്തിയാണ് ഹോമിയോപ്പതിയിൽ ഡോക്ടർ സഫിയ മൂസ. ഞാനത് ഒരുപാട് തവണ ഞാൻ നിസാമിന് എന്താ പറഞ്ഞാൽ ഒരു പ്രീ ടെംപ്ലേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയൊരു വ്യക്തിയായിട്ട് പറഞ്ഞതാണ്. കാരണം എന്താ, അവർ ഈ പറഞ്ഞ പോലെ മനുഷ്യന് സാധാരണഗതിയിൽ അനുഭവിക്കുന്ന കുറെ ഇഷ്യൂസ് സെൽഫ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഒരു ജിമ്മുകാരന്റെ ഒരു വീഡിയോ കണ്ടു. ഞാൻ വേണമെങ്കിൽ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതായത് ഒരു 2 ഫ്രെയിമാണ് കാണിക്കുന്നത്. ഒന്നിൽ അയാൾ തളർന്നിരിക്കുന്നു, ഒന്നിൽ അയാൾ ഉഷാറായിട്ടിരിക്കുന്നു. തളർന്നിരിക്കുന്ന വ്യക്തി ഉഷാറായ വ്യക്തിയോട് പറയണ, സാറേ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഓക്കെ, നിങ്ങൾക്ക് വിറ്റാമിനും അയണും കുറവാണ്, ഇന്നത് കഴിക്കൂ. നിങ്ങൾക്ക് കാലിന് പെരുപെരുപ്പ്, എന്താണ് മസിൽ പിടിക്കുക, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ മെഗ്നീഷ്യം കുറവാണ്. വേറെന്തൊരു വിഷയത്തിന് സിങ്ക് കുറവാണ്. വേറെന്തൊരു വിഷയത്തിന് ഇന്നത് കുറവാണ്. അപ്പൊ ഇതൊക്കെ സെൽഫ് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആണ്. ഇത് നിസാമിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനത്തിന് ആവശ്യമാണ്. കാരണം എന്താ, ജനം അവിടെ ഈ കാർത്തിക് സാറ് പറഞ്ഞ പോയിന്റിലേക്ക് അത് എത്തുകയാണ്. ജനത്തിന് എന്താണോ ആവശ്യമുള്ളത് അത് നിസാമിന്റെ എക്സ്പെർട്ടൈസും കൂടി അവിടെ സൂചിപ്പിക്കുക. അപ്പോ ഇത് പിന്നെ ഇതിന്റെ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ഹോമിയോപ്പതിയിലും യുനാനിയിലും ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ് പതുക്കെ കൊടുന്നാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് കിട്ടും. അത് കിട്ടാതിരിക്കില്ല. അവിടെ നിങ്ങളെ മടി ചാടാനുള്ള വഴികളാണ് ഇപ്പൊ ഈ ചർച്ചയിൽ ഇങ്ങനെ കിട്ടണതൊക്കെ. പിന്നെ യൂട്യൂബിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചത് ശ്യാം സാറും ഷെബിനും ആയിരിക്കും അതിന് ഉത്തരം പറയാൻ ഏറ്റവും നല്ലത്. ശ്യാം സാർ ഉണ്ടോ? ഷെബിനെ ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് പുള്ളി യൂട്യൂബിന്റെ കാര്യം ചോദിച്ചതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. നിസാം ഒന്നും കൂടി അത് ഓൾറെഡി ശ്യാം സാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ടാവും. ഓക്കെ ശരി. റാഫിഹ് എന്ന് പറഞ്ഞ ആള് എന്തോ ചോദിച്ചിട്ടുണ്ട്, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ. സർ ഓഡിബിൾ ആണോ? ഹലോ സർ കേൾക്കുന്നുണ്ടോ? റാഫിയെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സർ എന്റെ ക്വസ്റ്റ്യന് ഒരു മെറ്റാ സെയിൽസ് ക്യാമ്പയിന്റെ ഒപ്റ്റിമൈസേഷൻ ആയി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നും കൂടി ഒച്ചത്തിൽ സംസാരിക്കൂ. സർ എന്റെ ക്വസ്റ്റ്യന് മെറ്റാ ആഡ്സ് ക്യാമ്പയിന്റെ ഒപ്റ്റിമൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഷെബിൻ സാർ നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ, ചോദിച്ചോളൂ. റാഫി ചോദിക്കൂ. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം സെയിൽസ് വരുന്നുണ്ട്, ROS കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബഡ്ജറ്റ് കൂട്ടിയിട്ട് സ്കെയിൽ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നൊരു സ്റ്റേജിലെത്തുമ്പോൾ എന്തായെന്ന് വെച്ചാൽ ROS കുറയുന്നു, സെയിൽസ് കുറയുന്നു. അപ്പോൾ ക്ലയന്റ് പറയുന്നുണ്ട് ഇത് ബഡ്ജറ്റ് കുറക്കണം, കാരണം ROS കുറയുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള അതേ ക്യാമ്പയിന് ROS ബഡ്ജറ്റ് കുറച്ചാൽ എന്താവുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫോമൻസിന്
മാറ്റം വരുന്നുണ്ട്. അതായത് മുമ്പ് പെർഫോം ചെയ്തതുപോലെ ക്യാമ്പയിൻ പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പൊ നിലവിൽ ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ അതേ ആഡ് സെറ്റ് കോപ്പി ചെയ്തിട്ട് ആ ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ വേണമായിരുന്നു. അത് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ക്യാമ്പയിൻ അത്യാവശ്യം നല്ല ROIs കിട്ടി, ഒരു ടൈം കഴിഞ്ഞപ്പം നിങ്ങളുടെ ROIs ഡ്രോപ്പ് ആവാൻ തുടങ്ങി അല്ലേ? അതെ. അപ്പൊ അത് കഴിഞ്ഞ് ആ ഡ്രോപ്പ് ആവാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചു. ബഡ്ജറ്റ് കുറച്ച സമയത്തും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണോ ഇല്ലെന്നാണോ പറഞ്ഞത്? ബഡ്ജറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ CPA കൂടുന്നുണ്ട്, അതുപോലെ തന്നെ CPM കൂടുന്നുണ്ട്. മുമ്പ് അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഗൾഫിലാണ് ആഡ്സ് ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഇത് വെച്ച് പറഞ്ഞാൽ ഞാനൊരു 150 സ്റ്റാർട്ട് ചെയ്തു. അതിങ്ങനെ ഉയർത്തി ഒരു 250 ആവുമ്പോ എന്തായെന്ന് വെച്ചാൽ എന്റെ സെയിൽസ് കുറഞ്ഞു. ഞാൻ വീണ്ടും അതിപ്പോ ഇങ്ങനെ 150 ആക്കിയപ്പോൾ ആദ്യം കിട്ടിയ ആ റിസൾട്ട് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയൻസ് സൈസ് എത്ര ഉണ്ടെന്ന് ഓർക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ ഒന്ന് ഇടപെട്ടോട്ടെ, ഞാൻ എക്സിറ്റ് ആവുകയാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ, എനിക്ക് ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ. താങ്ക് യു ഫോർ യുവർ ടൈം. ഷെബിനോട് പ്രത്യേകം നന്ദി പറയുന്നു ഈ സമയത്തും വന്ന് പങ്കെടുത്തതിന്. ശ്യാം സാറെ, കാർത്തിക് ഭായ്, അഭിനവ് കോർഡിനേറ്റ് ചെയ്തതിന് ബാക്കി എല്ലാവരോടും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. നിങ്ങളുടെ ഓഡിയൻസ് സൈസ് എത്രയെന്ന് ഓർക്കുന്നുണ്ടോ? ഓഡിയൻസ് സൈസ് ഞാൻ അഡ്വാൻറ്റേജ് ഓഡിയൻസ് ആണ് ഉപയോഗിക്കുന്നുള്ളത്. ഒരു 10 million ആ ഒരു റേഞ്ചിലുണ്ട്. ഓക്കെ, ക്രിയേറ്റീവ് നിങ്ങൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര പ്രാവശ്യം റീഫ്രഷ് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റീവ് റീഫ്രഷ് ചെയ്തിട്ടില്ല. അതായത് ഒരു കുറെ സമയമായിട്ടില്ല ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു 10-15 ദിവസമായിട്ടുണ്ട്. ഓക്കെ, ഫ്രീക്വൻസി എത്ര ഉണ്ടെന്ന് നോക്കുക. നോർമലി ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കൺവേർഷൻ ക്യാമ്പയിൻ ചെയ്യുമ്പോഴാണേലും ഇപ്പൊ ട്രാഫിക് ക്യാമ്പയിൻ ചെയ്യുമ്പോഴാണേലും നമുക്ക് ഇനീഷ്യലി ഉള്ള ഒരു CTR അല്ലെങ്കിൽ ഇനീഷ്യലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ട് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രോപ്പ് ആവാറുണ്ട്. അതിപ്പോൾ നോർമലാണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇനീഷ്യലി കിട്ടുന്ന അതേ റിസൾട്ട് തന്നെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ എല്ലാ പ്രാവശ്യവും കിട്ടണമെന്ന് നിർബന്ധമില്ല. സംടൈംസ് ഇപ്പം ഞാനിപ്പം KFCയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇപ്പം ഓൾവേസ് ഓൺ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്യാമ്പയിൻ തന്നെ നമ്മൾ പല പല ബേസ്റ്റ് ആയിട്ട് എന്താ പറയുക പല പല ക്യാമ്പയിൻ ലെവലായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു മാസം അല്ല 1.5 മാസമായിരിക്കും ആ ക്യാമ്പയിൻ ഒരു പർട്ടിക്കുലർ ഓഫർ വെച്ച് പോകും. അതിനുശേഷം ഇതേ ക്യാമ്പയിൻ തീരുന്ന ദിവസം തന്നെ അടുത്ത ക്യാമ്പയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ മോണിറ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ CPM ആയാലും നമുക്ക് കിട്ടുന്ന CPC ആയാലും ഒരു അപ് ട്രെൻഡ് കുറച്ച് നാൾ നീളും തോറും അവിടെ കൂടാറുണ്ട്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ഈ ചെയ്യുന്ന ക്യാമ്പയിൻസിൽ അത് നോട്ടീസ് ചെയ്യാറുണ്ട്. സോ ഇപ്പം അപ്പം അതിന് നിങ്ങൾ എല്ലാ സമയത്തും അതൊരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യേണ്ടതില്ല. പിന്നെ ROIs കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അടുത്ത ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അപ്രോച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സിംഗിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ ROIs ഡ്രോപ്പ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫറുകൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇനിയും ഓഫർ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ തൊട്ട് മുകളിലത്തെ ഇപ്പം കൺവേർഷൻ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോഡക്റ്റിനോട് ആൾക്കാർക്ക് ഇൻക്രീസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺസിഡറേഷൻ ക്യാമ്പയിൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഐഡിയലി ഒരു ക്യാമ്പയിൻ മാത്രം നിങ്ങളിങ്ങനെ ഒരു പർട്ടിക്കുലർ സമയം കഴിയുമ്പം അതിനകത്ത് ROIs ചെറുതായിട്ട് ഡ്രോപ്പ് ആവുന്നത് ക്വൈറ്റ് നോർമലാണ്. അപ്പോൾ അതിനകത്ത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അതിപ്പോൾ ഓഡിയൻസ് അത്യാവശ്യം സൈസ് ഉണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവിനെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫറും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ക്യാമ്പയിൻ വീണ്ടും ലേണിംഗ് ഫേസിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഒരു 20% അല്ലെങ്കിൽ മാക്സിമം ഒരു 25% വെച്ച് മാത്രം ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യുക. ക്ലിയർ ആയോ? ഓഫർ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓഫർ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ട് ഒരു പരിധി കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഇരുത്തം വരുന്നത് ഇപ്പം നോർമൽ ആണ്. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ചിലർക്ക് ഈ ഒരു പോയിന്റ് ഇപ്പം പ്രത്യേകിച്ച് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരേ ആഡ് സെറ്റ് തന്നെ കുറച്ച് ഒരു ഇരുത്തം വരുന്ന സമയത്ത് അവരത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലേണിംഗ് അവിടെ റീസെറ്റ് ആവുന്നു. അത് കഴിഞ്ഞ് റീസെറ്റ് ആയി വരുന്ന പുതിയ ലേണിംഗ് വീണ്ടും റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ആദ്യമേ ഒരു മൂന്ന് ക്രിയേറ്റീവ്സ് വെച്ചിട്ടൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് ഒരു ക്രിയേറ്റീവ് ആയിരിക്കും നന്നായിട്ട് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രിയേറ്റീവ് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് സാച്ചുറേറ്റഡ് ആവും. ആ ഒരു ക്രിയേറ്റീവിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന റിസൾട്ട് സാച്ചുറേറ്റഡ് ആവും.
അപ്പോൾ ആ ആഡ് സെറ്റ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ 3 ക്രിയേറ്റീവിൻ്റെ ലേണിംഗ് അവിടെ റീസെറ്റായി, വീണ്ടും ഫ്രഷ് ലേണിംഗ് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഫ്രഷ് ലേണിംഗ് അവിടെ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പുതിയ ഒരു എന്താ പറയുക, ഇപ്പോൾ നേരത്തെ ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ഓഡിയൻസിനെ മാറി പുതിയൊരു ഒരു ടൈപ്പോ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാറ്റഗറി ഓഡിയൻസിലേക്ക് പുതിയൊരു സെറ്റ് ക്രിയേറ്റീവ്സ് അവിടെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ചില സമയത്ത് അത് വർക്കൗട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വർക്കൗട്ട് ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ സാർ. സാർ കൂടാതെ വേറൊരു ഡൗട്ടും കൂടിയുണ്ട്. ഇപ്പൊ നമ്മള് പൊതുവെ ഇപ്പൊ ഞാൻ അതായത് പൊതുവേ ഉള്ള ഒരു ഇത് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കേട്ടറിഞ്ഞതാണ് ഇങ്ങനെ പല സ്ഥലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ആഡ് അക്കൗണ്ടിന് കൂടുതൽ ക്യാമ്പയിൻ ചെയ്യാൻ പാടില്ല. അതായത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പുതിയ ആഡ് സെറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു ക്യാമ്പയിനിൽ ഇത്ര എണ്ണം ആഡ് സെറ്റ് ഇത്ര ഇതിൽ ആഡ് സെറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ള എന്തെങ്കിലും ഒരു അത് ഇതുണ്ടോ? ഏത് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇതിന് 2 രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, അത് ഇപ്പം മെറ്റ മാത്രമല്ല, നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാലും ഏത് പെയ്ഡ് ആഡ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് 2 രീതിയിലുള്ള ഒരു അപ്രോച്ച് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് കൂടുതൽ അൽഗോരിതത്തിന് കൺട്രോൾ കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇപ്പം നമുക്ക് സ്മാർട്ട് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇപ്പം ഒരു മെറ്റയിൽ ഒരു പുതിയൊരു ക്യാമ്പയിൻ എടുക്കുമ്പോൾ പോലും നമുക്ക് ഇപ്പം നമ്മളൊരു പെർഫോമൻസ് ഗോൾ ഇപ്പോൾ ലീഡ് എന്ന് പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ആഡ് സെറ്റ് വേണം, ഡൈനാമിക് ക്രിയേറ്റീവ് വേണോ, അല്ലെങ്കിൽ ഏത് ബിഡിങ് സ്ട്രാറ്റജി വേണം, നമ്മൾ ഓഡിയൻസിനെ പോലും ചൂസ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് നമുക്ക് ലീഡാണ് വേണ്ടതെന്ന് ഒരു 2 ഇൻപുട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ക്യാമ്പയിൻ അവിടെ ഒരു സ്മാർട്ട് ക്യാമ്പയിനായിട്ട് അവിടെ എന്താ പറയുക ഒരു ക്യാമ്പയിൻ അസിസ്റ്റൻസ് എന്ന് പറയും. ഗൂഗിൾ ആഡ്സ് ഒക്കെ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് എടുക്കുമ്പം 2-3 ഇൻപുട്ടും ലാൻഡിംഗ് പേജും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ക്യാമ്പയിൻ അവിടെ പ്രീബിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഈ ഒരു അപ്രോച്ചിലാണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമ്പയിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചിട്ട് ആ ബെസ്റ്റ് പ്രാക്ടീസിനെ അലൈൻ ചെയ്ത് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി കോംപ്ലക്സ് ആയിട്ട് ഒത്തിരി കൺട്രോളും കാര്യങ്ങളും ഒന്നും കസ്റ്റമൈസ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ സെറ്റപ്പ് അവിടെ ബിൽഡ് ആവും. ഈ ഒരു അപ്രോച്ചിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാമ്പയിനിലേക്കായിരിക്കും കൂടുതലും ലേണിംഗ് കിട്ടാൻ നോക്കുന്നത്. ആ ക്യാമ്പയിന് കിട്ടുന്ന ലേണിങ്ങിനനുസരിച്ച് വേണ്ട മാറ്റങ്ങളും ഒപ്റ്റിമൈസേഷൻ എല്ലാം പ്ലാറ്റ്ഫോം തന്നെ അവിടെ ചെയ്തോളും. അവിടെ കൂടുതൽ ഓട്ടോമേറ്റഡ് ആണ് ആ ക്യാമ്പയിൻ പോകാൻ പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു ക്യാമ്പയിൻ സ്ട്രക്ചറിന് എപ്പോഴും നിങ്ങൾ ഒരുപാട് ആഡ് സെറ്റും ഒരുപാട് കാര്യങ്ങളും ഇട്ട് കോംപ്ലിക്കേറ്റ് ആക്കാതെ ഒരു സിംഗിൾ ക്യാമ്പയിൻ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സിംഗിൾ ആഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമ്പയിനിലേക്കായിരിക്കും കൂടുതൽ ലേണിംഗ് കിട്ടുന്നത്. ആ കിട്ടുന്ന ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ട് അവിടെ വേണ്ട ഒപ്റ്റിമൈസേഷൻസ് അവിടെ ക്യാമ്പയിൻ തന്നെ ഒരു പരിധി വരെ ചെയ്തോളും. ഓക്കെ, ഇനി രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് വർക്കാവും എന്ത് വർക്കൗട്ട് ആവത്തില്ല എന്നൊക്കെ ഉള്ള കൃത്യമായ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്യാമ്പയിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മൾട്ടിപ്പിൾ ക്യാമ്പയിൻ മൾട്ടിപ്പിൾ ലൊക്കേഷന് വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു ക്യാമ്പയിനെ തന്നെ നിങ്ങൾക്ക് ഇത്ര ആഡ് സെറ്റ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് CBO ചെയ്യാതെ ABO ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ക്യാമ്പയിൻ്റെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫൈഡ് ആയിട്ടുള്ള മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ക്യാമ്പയിൻ സ്ട്രക്ചർ അവിടെ പോകുന്നതാണ് നല്ലത്. അതാണ് ലേണിംഗ് പെട്ടെന്ന് കിട്ടാനായിട്ട് എളുപ്പം. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കും ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസും അതിനകത്ത് അത്യാവശ്യം ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് ഉണ്ട്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് പോവാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് കസ്റ്റം സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പോവാം. അത് കുറവുള്ള കോൺഫിഡൻസ് കുറവുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള ക്യാമ്പയിൻ സ്ട്രക്ചർ പോവുക. ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ക്യാമ്പയിൻസ് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിലൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ഓരോ ക്യാമ്പയിനായിട്ട് നിങ്ങൾ ചെയ്യാതെ ഇപ്പോൾ ഒരു സിംഗിൾ ക്യാമ്പയിനായിട്ട് ചെയ്താൽ ക്യാമ്പയിൻ തന്നെ ഏത് ലൊക്കേഷനാണോ കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സിഗ്നലിനെ മനസ്സിലാക്കിയിട്ട് ആ ഏത് പ്ലേസ്മെൻ്റ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ, ഏത് ക്രിയേറ്റീവ് ആണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നത്, ഇതിനെ തന്നെ അവിടെ മാക്സിമം പുഷ് ചെയ്തോളും. നിങ്ങൾ അത് മോണിറ്റർ ചെയ്ത് നിങ്ങൾ അതിനെ വേണ്ട പ്ലേസ്മെൻറ്റ് ഓണാക്കി ഓഫാക്കി അല്ലെങ്കിൽ വേണ്ട ലൊക്കേഷൻസ് ബഡ്ജറ്റ് കൂട്ടി ബഡ്ജറ്റ് കുറച്ച് ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം അവിടെ ക്യാമ്പയിൻ തന്നെ ചെയ്തോളും. ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്യാമ്പയിൻ സ്ട്രക്ചറാണ് നല്ലത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. ഒരു ക്വസ്റ്റ്യനും കൂടി. ആ. സാർ ഞാൻ അതുപോലെ തന്നെയല്ലേ, അതായത് എന്റെ കമ്പനി ആണെങ്കിൽ ബ്രാൻഡിങ് എന്ന രീതിയിൽ ഫേസ്ബുക്കിലേക്ക് കൂട്ടാനുള്ള ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോ സോറി, ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? അതായത് ഫേസ്ബുക്ക് ലൈക്ക് കൂട്ടാനുള്ള ക്യാമ്പയിൻസ്. ഓക്കെ. അപ്പൊ അത് ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ 1-2 വീക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു 30 ഫിൽസ് ആയിരുന്നു പെർ ലൈക്കിന് കിട്ടിക്കൊണ്ടുണ്ടായിരുന്നത്, പോസ്റ്റ് പെർ റിസൾട്ട്. അങ്ങനെ അപ്പൊ ക്ലൈന്റ് പറഞ്ഞു അതായത് അതുപോലെ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് വീക്കിലി ഒരു ഏകദേശം 1000 ലൈക്സ് ആണ് വരുന്നുള്ളത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു ബഡ്ജറ്റ്
നീ എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്തോ, ഒരു 150 അല്ലെങ്കിൽ 200 വെച്ച് ടെസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്തു. പക്ഷെ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 30 വന്ന സംഭവം എത്ര വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 80, 1.5 ആ ഒരു റേഞ്ചിലേക്ക് കൂടുന്നുണ്ട്. പക്ഷെ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് അവിടെ കാണാൻ വന്നത് ഫ്രീക്വൻസി കൂടുന്നില്ല, പക്ഷെ എന്താകുന്നുണ്ടെന്ന് പറഞ്ഞാൽ റീച്ച് ഞങ്ങൾക്ക് ഡൗട്ടാണ് എന്ത് കൊണ്ടായിരിക്കും. അതായത് എന്റെ സംശയം എന്ന് പറയുന്നത് കൂടുതൽ ഓഡിയൻസിലേക്ക് റീച്ച് എത്തുന്നുണ്ട്, പക്ഷെ ലൈക്സ് വരുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാന്ന് ചിന്തിച്ചു നോക്കിയേ. കൂടുതൽ ആൾക്കാരെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു പോസ്റ്റർ ഒരിടത്ത് വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ ഒരു 10 പേര് കണ്ടു, 10 പേരിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതേ പോസ്റ്റർ നമ്മളൊരു 10 എടുത്ത് കൊണ്ട് ഒട്ടിച്ചു. അപ്പം ഒരു പോസ്റ്റർ ഒരു ദിവസം 10 പേര് കണ്ട സ്ഥാനത്ത് ഇപ്പൊ നിലവിൽ 1000 പേര് കാണുന്നുണ്ട്. പക്ഷെ 1000 പേര് കണ്ടിട്ട് അതിനകത്ത് 1-2 പേർക്ക് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ആ പോസ്റ്ററിനകത്തല്ലേ പ്രശ്നം? അതെ അല്ലേ? അപ്പൊ ആദ്യം കണ്ട 10 പേരിൽ ഒരാൾക്ക് മാത്രം ഇഷ്ടപ്പെട്ട പോസ്റ്റർ വീണ്ടും 1000 പേരിലേക്ക് എത്തി. പക്ഷെ 1000 പേരിലും 1-2 പേർക്ക് മാത്രമേ ഔട്ട് ഓഫ് 1000 അവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ആ കാണുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള എന്തോ അവിടെ ഇല്ല, അല്ലെങ്കിൽ ആ കാണുന്ന ആൾക്കാർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്രയോജനം കിട്ടുന്നില്ല. ആ സ്ഥിതിയിൽ അവർ ആ പോസ്റ്ററിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ഇനി എവിടെയാ നിങ്ങൾക്ക് അപ്പൊ മാറ്റം വരുത്തേണ്ടത്? ക്രിയേറ്റീവിലാണ് മാറ്റം വരുത്തേണ്ടത്. ക്രിയേറ്റീവിലും എന്ത് മാറ്റം വരുത്തണ്ടേ? നമ്മളുടെ ഒരു ലൈക്കിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജ് ലൈക്ക് ചെയ്യാനായിട്ട് എന്ത് റീസൺ ആണുള്ളത്? ഇപ്പം ബ്രോ ഇപ്പൊ ഒരു പേജ് ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേജ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണം? അതിനുള്ള മോട്ടിവേഷൻ എന്താണ്? എനിക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനം അതിൽ നിന്ന് കിട്ടണം. അപ്പൊ ആ ഒരു ഉപകാരം കിട്ടുന്ന എന്ത് കാര്യമാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, അതിനെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മനസ്സിലായോ? താങ്ക് യു സർ. ഓക്കെ, ഏകദേശം 2 മണിക്കൂറോളമായി. ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ശ്യാം സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ശ്യാം സർ, കാർത്തിക് സർ. ബൈ ബൈ. താങ്ക് യു.